നമ്മുടെ അഖീദത്ത് സുഗ്റ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ലാഹുവിൻ്റെ ഉമ്മുൽ ബറാഹീൻ എന്ന് പറയുന്ന ബുർഹാനുകളുടെ മാതാവ്, സലക്ഷ്യങ്ങളുടെ മാതാവ് എന്ന അർത്ഥത്തിലുള്ള സനൂസിയാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഒരുപോലെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് ആദ്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും ഒരുപോലെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് കയറി വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഒരു പിടുത്തവും കിട്ടാതെ പോകും. തുടർച്ചയായി നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തഖ്ലീദുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യത്തിൽ അനുകരണം പറ്റുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ ഇനി ഒരു 3-4 ദിവസം 3-4 ക്ലാസ്സിൽ ഇവിടെ സംസാരിക്കാനുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ചിട്ടുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നും ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് ബിദഈകളായിരിക്കുന്ന ആളുകൾ എന്തെല്ലാം അബദ്ധ ധാരണകളാണ് വെച്ച് പുലർത്തുന്നതെന്നും എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം 5 രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ദൈവികമായ വിശ്വാസം 5 രൂപത്തിൽ നമുക്ക് മൊത്തമായിട്ട് വിഭജിച്ചാൽ അത് 4 രൂപത്തിലും അത് ദൈവികമായ വിശ്വാസം ലഭിക്കില്ല. അതിൻ്റെ ഏക മാർഗം എന്താണെന്ന് പറഞ്ഞത്, ഒരു മനുഷ്യന് ദൈവികമായ വിശ്വാസം വരണമെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന ഒരു വിശ്വാസം ഒരാൾക്ക് വരണമെങ്കിൽ അതിൻ്റെ ഏക മാർഗം എന്താണെന്ന് അപ്പോൾ ഇന്നലെ മുസന്നിഫ് റഹിമഹുല്ലാ അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. സുഹൃത്തുക്കൾക്ക് ഓർമ്മയുള്ളവരടിക്ക്. സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഇല്ലാന്നെന്താ? സൗണ്ടിന് കുറവൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ അടുത്തൊക്കെ വളരെ ക്ലിയർ ആണ്. ഉള്ള ഫുൾ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. ഇല്ലാത്തവർ അവരുടെ സ്വന്തം PC ഒന്ന് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തുക. ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഏക മാർഗം ഏതാണെന്നാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ? ഒന്നടിക്ക്. അള്ളാഹുവിനെ അറിയാൻ കുറ്റമറ്റതായിരിക്കുന്ന ഏക മാർഗം അത് നമുക്ക് തീർത്തും പറയാം. എന്താണ് ആ മാർഗം? അതെ, ചിന്തയാണ്. ആലോചിക്കുക. എന്തിനാണ് ആലോചിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന ആലോചന. ഈ ആലോചന കൊണ്ടിട്ട് നമുക്ക് ഏതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വായിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസപരമായ കാര്യങ്ങൾ പ്രത്യേക ചിന്തയില്ലാതെ ഉടനറിവ് മൂലമോ, അല്ലേ? ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഷോർട്ട്. ബോധനം മുഖേനയോ എന്ന് വെച്ചാൽ ഇൽഹാം. തെളിവ് അന്വേഷിക്കാതെ അന്ധമായി മറ്റുള്ളവരെ അനുകരിച്ചോ, ഖുർആനിലും ഹദീസിലും അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ പറഞ്ഞതുകൊണ്ട് മാത്രമോ വിശ്വാസപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഏക മാർഗം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ക്രമപ്രബുദ്ധമായ രീതിയിൽ ചിന്തിച്ചു അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തലാണ്. കാരണം ഉടനറിവ് മൂലമാണ് ദൈവവിശ്വാസം കൈവരുന്നത്. എല്ലാ ബുദ്ധിമാന്മാർക്കും അത് ലഭിക്കേണ്ടതായിരുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞതാണിത്. ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താ? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും, ഖുർആനിലും ഹദീസിലും ഉണ്ട് അള്ളാഹുവിനെ കഴിവുള്ളവനാണ്, അള്ളാഹു താല ഖാദിറാണ്, അള്ളാഹു താല ആലിമാണ്, അള്ളാഹുവിന് കഴിവുണ്ട്, അള്ളാഹുവിന് അറിവുണ്ട് എന്നുള്ള ഖുർആനുണ്ട്, അല്ലെ അള്ളാഹു ഉണ്ട് എന്നുള്ള ഖുർആനുണ്ട് എന്ന് ഒരാളോട് പറഞ്ഞാൽ ഒരു യുക്തിവാദി വിശ്വസിക്കുമോ സഹോദരന്മാരെ? ഒരു നിരീശ്വരവാദി, അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നുള്ള മനസ്സിലാക്കി ജീവിച്ചു വരുന്നതായ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ഒരാൾ വളർന്നത്, അയാൾക്ക് ദൈവികമായ യാതൊരു വിശ്വാസമില്ല. അയാൾ ചോദിക്കുക, നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, അവിടെ ഖുർആനിൽ അള്ളാഹു തആല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഖുർആനിലുണ്ട്, അതുകൊണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കോ? ഒരു യുക്തിവാദിയോട്, ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ചില ആളുകൾ മനസ്സിലാക്കും ഖുർആനിലും ഹദീസിലും ഉണ്ട്. ഖുർആനിലും ഹദീസിലും അള്ളാഹു തആലാനെ സംബന്ധിച്ച് പറയുന്നില്ലേ? അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചും അസ്മാകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു
അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയോട് അള്ളാഹു ഉണ്ടെന്ന് എന്താ തെളിവ് ചോദിച്ചാൽ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു ഉണ്ട്, അള്ളാഹു സമദ് ലം യലിദ് സൂറത്തുൽ ഇഖ്ലാസിലുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ അള്ളാഹു തആല പരാമർശിക്കുന്നു. അള്ളാഹു തആല കൈവുള്ളവനാണ്, അവന് ഹയാത്തുള്ളവനാണ്, അവന് കേൾവിയുള്ളവനാണ്, കാഴ്ചയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? ഇവനോട് പോരാ. കാരണം ഓം ചോദിക്കും ഖുർആനിലുണ്ടെങ്കിൽ ഖുർആൻ ആ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്നു പറയല്ലോ. അള്ളാഹു തആല ഉണ്ടെന്നോ അവന് ചില ഗുണങ്ങളുണ്ടെന്നോ ഖുർആനിലുണ്ട് എന്ന് പറയുന്നവനോട് അവൻ തിരിച്ചു ചോദിക്കും. അവനോട് ചോദിച്ചാൽ അവൻ എന്താ തിരിച്ചു ചോദിക്കുക? ഈ നിങ്ങൾ പറയുന്ന ഖുർആൻ അള്ളാഹുവിന്റെ വേദമാണെന്നും അവനുണ്ടെന്ന് ആദ്യം സ്ഥിരപ്പെടുത്തുക, എന്നിട്ട് അവന്റെ വേദമാണെന്ന് സ്ഥിരപ്പെടുത്തണം, എങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പറയാ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇത് ഖുർആനിലും ഹദീസിലും ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ലഭിക്കില്ല? ഖുർആനിലും ഹദീസിലും ആ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള ആയിരിക്കുന്ന വിശ്വാസം ഒരാൾക്ക് ലഭിക്കില്ല. പിന്നെ എവിടെ? അപ്പൊ ഇൽഹാമ് മുഖേന കിട്ടൂല. അന്ധമായിട്ട് ഒരാളെ അനുകരിക്കുന്നത് കൊണ്ടും ആ അറിവ് ലഭിക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ചിന്തയുമില്ലാതെ പെട്ടെന്നുള്ള ഉടനറിവ് മുഖേന അത് ലഭിക്കില്ല. പിന്നെ അതിനുള്ള മാർഗം എന്താണ്? അതിന്റെ മാർഗം കണ്ടോ എന്താകുലാകുന്നു? അന്നതൊരു ചിന്ത എന്താ, അത് ശരിയാ നിലക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത ഒന്ന് മാത്രമാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കാം. വൈന്നമ തരീഖു ഇലൈഹി നെദുർ. എന്താ നെദുർ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നെദുർ എന്ന് പറഞ്ഞാൽ റസ്മു അന്നഹുൽ ഫിക്റുൽ മുറത്തബു ഫിൻ നഫ്സി. അത് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ശരിയായ ക്രമപ്രകാരം നടക്കുന്ന ചിന്തക്കാണ് നെദുർ. അന്നഹുൽ ഫിക്റുൽ മുറത്തബു ഫിൻ നഫ്സി. നമ്മുടെ മനസ്സിൽ നടക്കുന്നതായ ക്രമത്തിലുള്ളതായിരിക്കുന്ന ഒരു ചിന്തയാണ്. ക്രമത്തിലുള്ള വെച്ചാല് നമ്മളെ കിതാബിലൊക്കെ പറയുന്നതാണ് പിന്നെ ഖിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഖിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട് മുഖദ്ദിമ വേണം, ഒരു നതീജയും. രണ്ട് മുഖദ്ദിമ എന്ന് വെച്ചാൽ രണ്ട് പ്രസ്താവം. ഒരു പ്രസ്താവം അത് പറയും, അത് ശരിയായ നിലയ്ക്കുള്ള ഒരു നല്ല ഉറച്ച ഒരു പ്രസ്താവമാണെങ്കിൽ അതിനോട് അടുത്തുകൊണ്ട് വേറൊരു പ്രസ്താവം പറയും, അതായത് മുഖദ്ദിമ പറയും. ഇങ്ങനെ ഈ പിന്നെ ഒരു പ്രസ്താവനയിൽ നിന്ന് തൊട്ടടുത്ത് വേറൊരു പ്രസ്താവനയിൽ നിന്ന് മറ്റൊരു ഫലം ലഭിക്കുന്നു. അതായത് രണ്ട് മുഖദ്ദിമ കൂട്ടിയിട്ട് നതീജ ലഭിക്കുന്നു. ഈ രൂപത്തിൽ ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ചിന്തിക്കുന്നത് ചിലപ്പോൾ ശരിയായി വരേക്കാം, ചിലപ്പോൾ അത് തെറ്റായി വന്നേക്കാം. പക്ഷെ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ശരിയായ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ അതിന്റെ നതീജ, അതിന്റെ അവസാനം, അതിന്റെ ഫലം ശരിയാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? എന്താ? എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്. അത് ശരിയാണോ അല്ലേ? എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നില്ലേ? മൗലിദ് റബീഉൽ അവ്വൽ അംഗീകരിക്കാന്ന് വെച്ചോളി. നബിദിനം അംഗീകരിക്കുന്നവരാണ്. എല്ലാ സുന്നികളും നബിദിനം അംഗീകരിക്കുന്നവരാണ്. അങ്ങനെ വെക്കാം. ഇനി അടുത്ത പ്രസ്താവം ഞാൻ ചിന്തിക്കുന്ന രൂപ പറഞ്ഞു കേട്ടോ. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ആ ഉദാഹരണത്തെ നിങ്ങൾ എന്തിനെ കുറിച്ച് എങ്ങനെ എടുക്കണം? നമ്മളെ വിഷയത്തിലേക്ക്, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലേക്ക്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അതിന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയുന്നു. അപ്പോൾ എല്ലാ സുന്നികളും മൗലിദ് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ അല്ലെങ്കിൽ നബിദിനം അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അത് ശരി, ഓക്കെ. ഇനി അടുത്ത പ്രസ്താവം പറയുന്നത്, സമസ്തയുടെ കാഴ്ചപ്പാടിൽ മുജാഹിദുകളെ മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്. അല്ലേ? സമസ്തയുടെ കാഴ്ചപ്പാടിൽ മുജാഹിദുകൾ എന്തായിട്ട് തന്നെ കാണുന്നത്? മുസ്ലിമീങ്ങളായിട്ട് തന്നെയാണ് അവർ. പക്ഷേ വിദേഹത്തുള്ളതായിരിക്കുന്ന പുത്തനാശയമുള്ള ഒരു മുസ്ലിമീങ്ങൾ, മുബ്തദികളായ മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്. അമുസ്ലിങ്ങളായിട്ട് കാണുന്നില്ല. അമുസ്ലിങ്ങളായിട്ട് കാണുന്ന ഏക വിഭാഗം ഇന്ന് ഏത് മാത്രമേ ഉള്ളൂ? യഥാർത്ഥത്തിൽ ഖാദിയാനികൾ മാത്രമാണ് അമുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും ഫത്വ കൊടുക്കുകയും അവരെ അമുസ്ലിങ്ങളോടുള്ള പെരുമാറ്റം പെരുമാറുകയും ചെയ്യുന്നത് ഖാദിയാനികളോട് മാത്രം. മറ്റുള്ളതായിരിക്കുന്ന ഇതര സംഘടനകളൊക്കെ പൊതുവിൽ മുസ്ലിമീങ്ങളായിട്ട് തന്നെയാണ്. പക്ഷേ അവരുടെ ഇതാണ് അവർ ഇസ്ലാമിന്റെ ഈമാനിലും അതിലൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിദഗ്ധം ഉണ്ടാവുകയും ചെയ്യും. പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ ആയിരിക്കും. അപ്പം സമസ്തയുടെ വീക്ഷണത്തിൽ മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? എല്ലാ സുന്നികളും എന്തിനംഗീകരിക്കുന്നവരാണ്? നബിദിനത്തെ അംഗീകരിക്കുന്നവരാണ് എന്നുള്ളത് ശരി. രണ്ടാമത്തെ ഇതിൽ പറഞ്ഞത് സമസ്തയുടെ വീക്ഷണത്തിൽ എല്ലാ മുജാഹിദുകളും മുസ്ലിങ്ങളാണ്. ഓക്കെ. അതിനാൽ എല്ലാ മുജാഹിദുകളും മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ ഇല്ലോ? ഇതാണ് നതീജ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ രണ്ട് പ്രസ്താവനയോടെ പറഞ്ഞു. എല്ലാ മുജാഹിദുകളും എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്. സമസ്തയുടെ കാഴ്ചപ്പാടിൽ മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്. അതിനാൽ എല്ലാ മുജാഹിദുകളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്. ഈ നതീജ നതീജ ശരിയാവോ? ഇല്ല, അത് തെറ്റാണ്. യാതൊരു സംശയമില്ല. പിന്നെ അത് പറയേണ്ടത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് തെറ്റായതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തു എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്നുള്ള സുന്നികളും, രണ്ടാമത് പറഞ്ഞ എല്ലാ മുജാഹിദുകളും മുസ്ലിങ്ങളാണ്. സുന്നിയും മുസ്ലിം തമ്മിലുള്ള ബന്ധം എന്താ? സുന്നിയും മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്താ? സുന്നിയും മുസ്ലിം തമ്മിലുള്ള ബന്ധം എല്ലാ മുസ്ലിമും എന്തല്ല? സുന്നിയല്ല. സുന്നി എല്ലാം എന്താകുന്നു? മുസ്ലിം ആകുന്നില്ലേ? അതല്ല ബന്ധം. അപ്പൊ ആദ്യ പ്രസ്താവനയെ പറഞ്ഞ അതിലെ ഒരു വാചകവുമായിട്ട് രണ്ടാമത്തെ പ്രസ്താവനയിലായിരിക്കുന്ന വാചകം തമ്മിൽ ഒരു ബന്ധം വേണം.
അടുത്ത ബന്ധം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു ഫലത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്, എന്നാൽ എല്ലാ മുജാഹിദുകളും മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മൗലിദ് അംഗീകരിക്കുന്ന സുന്നികളെല്ലാം മൗലിദ് അംഗീകരിക്കുന്ന പോലെ മുജാഹിദുകൾ മൗലിദ് അംഗീകരിക്കും എന്നുള്ളത് അവിടെ ശരിയായി വന്നോണമെന്നില്ല. മുസ്ലിമും മോമിനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? അത് വേറെ ചർച്ച, നമ്മൾ ഇവിടെ ഇപ്പോൾ പറയേണ്ട ചർച്ച അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നതാണ്, കാരണം പിന്നെ എല്ലാ സുന്നികളും മുസ്ലിങ്ങളാണ്, അത് ശരിയല്ലേ? എല്ലാ സുന്നികളും മുസ്ലിങ്ങളാണെന്നുള്ളത് ശരി. പക്ഷേ എല്ലാ മുസ്ലിമുകളും എന്തല്ല, സുന്നികളല്ല. ഷിയാക്കളുണ്ട്, അതുപോലെ തന്നെ വഹാബികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമുണ്ട്, തബ്ലീഗ് ഉണ്ട്, അങ്ങനെ പലതും മുസ്ലിം എന്നുള്ള പേര് തന്നെ ഉള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങളാണ് അംഗീകരിക്കുന്നത് കൊണ്ട് സുന്നികൾ മാത്രം ചെയ്യുന്ന സുന്നി വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുസ്ലിം എന്ന പേരുള്ളവർക്ക് ചെയ്തോണമെന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ശരിയാവാതെ വന്നത്, നമ്മുടെ നതീജ ശരിയാവാതെ വന്നത്. അപ്പോൾ തമ്മിൽ ബന്ധമാണോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി ബന്ധമുള്ളത് പറയാം. ഷിയാക്കളും ഷിയാ മുസ്ലിം തന്നെയാണെന്ന് പറയാം, മനസ്സിലായില്ലേ? ഷിയാക്കള് ഇപ്പോഴുള്ള ഇസ്നാശരികളായ ഷിയാക്കള് എന്താ മുസ്ലിങ്ങളായിട്ട് തന്നെ പറഞ്ഞത്. പക്ഷെ അവർക്ക് എന്തുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക് ജമാഅത്ത് ഇസ്ലാമിക്കാരെ പിന്നെ പറയും പോലെ, ജമാഅത്ത് ഇസ്ലാമിനെ പറയും പോലെ, അല്ലെങ്കിൽ മുജാഹിദുകളെ പറയും പോലെ മുസ്ലിങ്ങളാണെന്നുള്ളത് പോലെ പറ്റും പറയാം. അവർക്കൊക്കെ വിധേയത്തുണ്ടല്ലോ, വിധേയത്തുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ പറയും, മുഅ്മിനെന്ന് പറയാൻ കഴിയില്ല. മുഅ്മിനെന്ന് പറഞ്ഞാൽ ശരിയാണെന്നുള്ള വിശ്വാസം വേണം. അപ്പോൾ പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മളെന്താണ് ഈ രണ്ട് പ്രസ്താവനകളിലും ഉള്ള ബന്ധം എന്നതിൽ അത്ര ഊഷ്മളമല്ല. ആ ബന്ധം അത്ര ഊഷ്മളമല്ല എന്ന് വെച്ചാൽ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അതായത് സുന്നികളെല്ലാം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെല്ലാം സുന്നികളാണെന്ന് പറയാൻ പറ്റില്ല, മുസ്ലിങ്ങളെല്ലാം സുന്നികളാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ സുന്നികളെല്ലാം എന്താകുന്നു, മുസ്ലിങ്ങളാണെന്ന് പറയാം. അതുകൊണ്ട് ഈ മുസ്ലിമും സുന്നിയും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ശരിയായ ഫലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ശരിയായ ഒരു ഫലമുണ്ട്. ഇനി അന്ന് വേറെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ ശരിയായ ഫിക്കർ, ഇതിനെന്നില്ല ശരിയായ ഫിക്കർ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇത് ശരിയായ നിൽക്കുന്ന ഫിക്കർ അല്ല നമ്മൾ ഇവിടെ വന്നത്, നമ്മൾ ചിന്ത ഇത് ശരിയായ ഒരു നതീജയിലേക്കല്ല എത്തിയത്. പിന്നെ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പിന്നെ ഇനി എന്ന് പറയാം, ലോകം നശ്വരമാണ്. ഇനി പറഞ്ഞത് ശരിയാണല്ലോ നോക്കണേ. ലോകം നശ്വരമാണ്. മനുഷ്യൻ ലോകത്തിന്റെ ഈ നശ്വരമായ ലോകത്തിന്റെ ഒരു ഭാഗമാണ്. ലോകം നശ്വരമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ നശ്വരമായ ലോകത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നതീജകൾ പറയണം. അതുകൊണ്ട് അതിന്റെ നതീജകൾ പറയണം. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണത് ശരിയാ നിൽക്കത് വരണം. ലോകം നശ്വരമാണ്, മനുഷ്യൻ ഈ നശ്വരമായ ലോകത്തിന്റെ ഒരു അംശവുമാണ്. അതിനാൽ വാക്യങ്ങൾ പറയും പറയോ. ഉംറുൽ ഖൈസിന്റെ പിന്നെ മക്കളുടെ അടുത്തേക്ക് ബെയ്ത്ത് ചൊല്ലി കൊടുത്തതിന് യബ്നാത്ത് ഇംറുൽ ഖൈസ് ഇന്ന അബാക്കുമാ നാട് യബ്നാത്ത് ഇംറുൽ ഖൈസ് ഇന്ന അബാക്കുമാ എന്ന് മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. ഇംറുൽ ഖൈസിനെ പിടിച്ചു കൊണ്ടുപോയി ഒരാൾ കൊല്ലുന്നതിന് മുമ്പ് ഇംറുൽ ഖൈസ് പറഞ്ഞ്, എൻ്റെ പെൺകുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എഴുതി തരുന്ന ഒരു കവിതയുണ്ട്, ആ ഒരു കവിത നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊന്നോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ കവിത എൻ്റെ വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞു. ഒരൊറ്റ ഒരു പകുതി, ഒരു പദ്യത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അതെന്താ കൊടുത്തത്? യബ്നാത്ത ഇംറുൽ ഖൈസ് ഇന്ന അബാക്കുമാ, ഇംറുൽ ഖൈസിന്റെ പെൺകുട്ടികളെ നിങ്ങളുടെ പിതാവ് എന്ന് മാത്രം. അപ്പോൾ ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ ലോക സാഹിത്യകാരൻ, അറബി സാഹിത്യത്തിലെ മുടിചൂടാ മന്നനാണ്. അദ്ദേഹത്തിന്റെ പെൺകുട്ടികളും അങ്ങനെ തന്നെ വലിയ സാഹിത്യകാരികളായിരുന്നു. അവർക്ക് അതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ വായിച്ചു. യബ്നാത്ത ഇംറുൽ ഖൈസ് ഇന്ന അബാക്കുമാ എന്നുള്ളതിന്റെ വാക്യം അവർ വായിച്ചെങ്ങനെ, ഖതീലും ഫൈനൽ ഖാതിലാനി ലദൈകുമാ. കണ്ടോ, നിങ്ങളുടെ ഉപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു, കൊന്നവര് നിങ്ങളുടെ അടുക്കലുണ്ട് എന്നാണ് അവിടെ വരേണ്ടത്. അവിടെ വരേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഇംറുൽ ഖൈസ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ഘാതകന്മാർ നിങ്ങൾ മുമ്പിലുണ്ട് എന്ന്. അത് അവർ ആ പദ്യത്തിന്റെ അതിന്റെ ആ ശൈലിയിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത് അവർ ഉടനെ തന്നെ ഒലക്കെടുത്ത് തച്ചു എന്നാണ് പറഞ്ഞത് ഈ വന്ന ആളുകളെ. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അത്രയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ലോകം നശ്വരമാകുന്നു, മനുഷ്യൻ ഈ നശ്വരമായ ലോകത്തിന്റെ ഒരു ഭാഗമാകുന്നു, അതിനാൽ മനുഷ്യൻ നശ്വരനാണ്. അല്ലേ? അതാണ് ഒരു ശരിയായ ഉത്തരം. അതിനാൽ മനുഷ്യൻ എന്താകുന്നു? നശ്വരനാകുന്നു. ഇങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താവുള്ളൂ? യഥാർത്ഥത്തിൽ എന്താണ് കാരണം? എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലോകത്തിലുണ്ടാകുന്ന എല്ലാം ആർക്കും ബാധകമാകുന്നു? മനുഷ്യനും ബാധകമാകുന്നു. അതാണ് അതിന്റെ ശരിയായത്. നേരെ മറിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങാടിയിൽ കൂടി രാത്രി സമയത്ത് ആയുധവുമായി നടക്കുന്നവനാകുന്നു ഇവന്. ഒരാളെ ചൂണ്ടി പറയാം, ഈ പോക്കരുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ ആയുധവുമായിട്ട് അവൻ നടക്കുന്നവനാണ് പോക്കര്. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്? പിന്നെ അവന് കണ്ടെത്തുന്നത് രണ്ടാമത്തത് ഉറപ്പുള്ളതല്ല. രണ്ടാമത്തത് നിഗമനം മാത്രമാണ്. ആദ്യം പറഞ്ഞത് ശരിയാണ്, അവന്റെ കയ്യിലെന്തുണ്ട്? ഒരു ആയുധമുണ്ട്, എന്തോ ഒരു ആയുധം അവന്റെ കയ്യിലുണ്ട്, അത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന അത് നിഗമനമായി. എന്താണ് പറഞ്ഞത്?
രാത്രിയിൽ ആയുധവുമായി നടക്കുന്നവരെല്ലാം കള്ളന്മാരാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ആട് കേൾക്കുന്നവർ മനസ്സിലാക്കൂലേ? ഒരു പോക്കർ മുമ്പിൽ വെച്ചാൽ പോക്കറിന്റെ അടുത്ത് പറഞ്ഞ് ആയുധം കൊണ്ട് നടക്കുന്ന പോക്കറിന്റെ അടുത്ത് പറഞ്ഞ് രാത്രിയിൽ ആയുധവുമായി നടക്കുന്നവരെല്ലാം കള്ളന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ പോക്കർ അതിന്റെ ബാക്കി വായിക്കൂലേ? എന്താ വായിക്കുക? എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പോക്കറാവുന്നു, ഞാൻ കള്ളനാവുന്നു എന്നാണ് പറഞ്ഞത് എന്നുള്ള ഏതൊരുത്തനും മനസ്സിലാവും. ആ മനസ്സിലാവാത്തവന് എന്താ പേരറിയാ? മന്ദബുദ്ധി എന്ന് പറഞ്ഞിട്ട് അല്ലേ? അത് ശരിക്കും മനസ്സിലാവും. അപ്പോ ഒരു ആയുധവുമായി നടക്കുന്നതിന്റെ അടുത്ത് വേറൊരുത്തം പറഞ്ഞ് പിന്നെ രാത്രികാലങ്ങളിൽ ആയുധവുമായി നടക്കുന്നവർ കള്ളന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ മതി, തിരണ്ടോനെ തിരും. എന്താ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ രാത്രി ഇപ്പോൾ എൻ്റെ അടുത്ത് ആയുധമുണ്ട്, ഞാൻ രാത്രിയാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാനും കള്ളനാകുന്നു എന്നൊരു നെത്തീച്ച അവിടെ വരുന്നുണ്ട്. അത് ശരിയായ പക്ഷേ അപ്പോൾ ഓന് മനസ്സിലാക്കും. പക്ഷെ അതെന്തല്ല, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം രാത്രി സമയങ്ങളിൽ ആയുധവുമായി നടക്കുന്നവരെല്ലാവരും കള്ളന്മാരായിക്കൊള്ളണമെന്നില്ല. കള്ളന്മാർക്കും ഉണ്ടാകാം, അവിടുത്തെ സെക്യൂരിറ്റിയുമാകാം അല്ലേ? ചില പിന്നെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ നേപ്പാളികളൊക്കെ നമ്മളെ ഭാഗത്തൊക്കെ ഉണ്ട്. നേപ്പാളീസിനെ രാത്രി അതെ അവരെ സെക്യൂരിറ്റി ആയി നിർത്തും കൂർക്കായിട്ട്. അപ്പോൾ ഓൻ്റെ അടുത്തുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരായുധം. അതുകൊണ്ട് പോന് കള്ളനെന്ന് പറയാൻ പറ്റും, കള്ളനെ പിടിക്കാനുള്ളവൻ അവന്. അപ്പോൾ ഓനെ കള്ളനെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്തായിട്ടില്ല, അവിടെ ശരിയായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ഖണ്ഡിതമായതാകണം, രണ്ടാമത്തെ പ്രസ്താവനയും ഖണ്ഡിതമാവണം. തമ്മിൽ ബന്ധമുണ്ടായിരിക്കുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം നശ്വരമാകുന്നു, നശ്വരമായ ലോകത്തിന്റെ ഒരു ഭാഗമാകുന്നു മനുഷ്യൻ ഈ നശ്വരമായ ലോകത്തിന്റെ ഭാഗമാകുന്നു. അപ്പൊ ഈ ലോകവും മനുഷ്യൻ നമ്മുടെ ബന്ധം എന്താണ്? അവിടെ അതൊന്നിരിക്കല് അതിന്റെ ഒരു ഘടകമായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് തുല്യമായതായിരിക്കണം. അതൊക്കെയാണ് എലി പഠിക്കുന്നവരോ. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ ചിന്തയിൽ പേവ് വരാതിരിക്കാൻ പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുടെ പേരാണ് എന്ത് ഇൽമുൽ മന്തിഖ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ചിന്തകളിൽ പേവ് വരാതെ സൂക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ശാസ്ത്രശാഖ. പരിമിതാർത്ഥത്തിൽ പറഞ്ഞാൽ വാദവിദ്യ അല്ലെങ്കിൽ തർക്കവിദ്യ എന്നൊക്കെ പറയാം. സമർത്ഥമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കത്തക്ക വിധം തത്വങ്ങളെ ക്രോഡീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം, ഈ തർക്കശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ സമർത്ഥമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തത്വങ്ങൾ, ആ തത്വങ്ങളെ കുറിച്ചാണ് ഇൽമുൽ മന്തിഖിലൊക്കെ പറയുന്നത്. അങ്ങനെ അത് ശരിയാ നിലക്ക് പഠിച്ചാലാണ് ഈ ഫിക്ർ ശരിയാ നിലക്ക് മെതിയ. മറ്റുള്ളത് ഇപ്പൊ നമ്മൾ സാധാരണക്കാരായ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞിപ്പോ ഒരു രാത്രി പിന്നെ കൂർക്കന്റെ അടുത്ത് നിർത്തം പറഞ്ഞ് ആയുധവുമായി നടക്കുന്നവൻ, ഒരു കൂർക്കന്റെ അടുത്തുനിന്ന് രാത്രി കാലങ്ങളിൽ ആയുധവുമായി നടക്കുന്ന കള്ളന്മാരാണെന്ന് കൂർക്കനോട് പറഞ്ഞാൽ കൂർക്ക സമ്മതിക്കില്ല. അപ്പൊ അതെന്നല്ല, അത് ശരിയായ ഒരു പ്രസ്താവനയല്ല. അവിടെ മുഖദ്ദിമ, അത് നിഗമനം മാത്രമാണ്. ഇവന്റെ അനുഭവത്തിൽ ഒരു പക്ഷം എന്തായിരിക്കാം, ഇവന്റെ അനുഭവത്തിൽ രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നാട്ടിൽ ആയുധവുമായി വന്ന ഒരുത്തന്നെ പിന്നെ എവിടെയെങ്കിലും മോഷണം നടത്തിയിരിക്കാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, മൊത്തത്തിൽ അങ്ങനെ വിധിക്കാൻ പറ്റൂല. അത് ഏകദേശം ഒരു നിഗമനം മാത്രമാകുന്നു. അത് എന്തല്ല, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും അത് ശരിയായിക്കൊള്ളണമെന്നില്ല, ഈ ഉദാഹരണത്തിലുള്ളതുപോലെ. അപ്പൊ അങ്ങനെ ശരിയാകുന്ന നിലയ്ക്കുള്ള ചിന്ത നമുക്ക് വേണം. മനസ്സിലായില്ലേ? ചിന്ത എന്ന് പറഞ്ഞതേ അത് പിന്നെ പല രീതിയിലുണ്ട്. പിന്നെ ഞാൻ വേറെ ചിന്തനെ പറയാം. ഈ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരെ, യുനാനി ഫലാസിഫത്തിൽ യൂനാന്ന് പറയും, ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാർ. നമുക്ക് പിന്നെ മന്തിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നമ്മുടെ ഈ വിഷയത്തിൽ, ഇത് തസവുഫല്ല, ഖുർആനല്ല, ഹദീസല്ല. എന്നാൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, തസവുഫുണ്ട്, എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പുറമെ മന്തിക്കും ഫൽസഫയും അതും നമുക്ക് ഇതിൽ ആവശ്യമാണ്. കാരണം നമ്മുടെ എല്ലാറ്റിനെയും കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്നതായ ഇൽമുൽ അഖീദയാണ് പഠിക്കുന്നത്. ഇൽമുൽ അഖീദ ഇന്ന് യൂറോപ്യൻ തത്വശാസ്ത്രത്തെ സംബന്ധിച്ചുകൊണ്ടും, അതുപോലെ ഇന്ത്യൻ തത്വശാസ്ത്രത്തെ സംബന്ധിച്ചുകൊണ്ടും, ഗ്രീക്ക് തത്വശാസ്ത്രത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ചെറിയ പഠനം മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ അഖീദയിൽ അടിയുറച്ച് നിൽക്കാൻ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ പഠിച്ചിരിക്കൽ ആവശ്യമാണ്. നമ്മളതൊന്നും എല്ലാം പറയുന്നില്ല, അത്യാവശ്യം ചില സന്ദർഭത്തിലൊക്കെ അതിന് ചില പരാമർശങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ നിന്ന് അന്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം അവർ ഈ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പിന്നെ കൂട്ടരുണ്ട്. അവരുടെ വീക്ഷണത്തിൽ ശരിയാണ്, പക്ഷെ നമ്മുടെ വീക്ഷണത്തിൽ അത് ശരിയല്ല. ഉദാഹരണം പറയാം, അവർ പറയുന്നുണ്ട് സോക്രട്ടീസിന് മരണമുണ്ട്. സോക്രട്ടീസ് എന്ന് പറഞ്ഞാലേ പിന്നെ അറസ്താത്താലിസ് അല്ല, പിന്നെ സക്രാത്ത്, അറസ്താത്താലിസ് അല്ല. ഈ സക്രാത്ത് എന്ന് പറഞ്ഞ യുനാനി ചിന്തകന്മാരുടെ ഏറ്റവും വലിയ ഒരു ആളാണ് സക്രാത്ത്. ഇയാളൊക്കെ ഈ പിന്നെ അഫലാത്തൂന്റെ ഒക്കെ ഉസ്താദാണ് സോക്രട്ടീസ് തത്വശാസ്ത്രത്തില്. അപ്പൊ അയാളെ സംബന്ധിച്ച് ഒരു പറയാം, സോക്രട്ടീസിന് മരണമുണ്ട്. എന്തുകൊണ്ട്? സോക്രട്ടീസ് ജീവിച്ചതിനാൽ. അല്ല, അവർ പറയും മനുഷ്യർ നശ്വരമാണ്, മനുഷ്യർ നശ്വരരാണ്, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതിനാൽ സോക്രട്ടീസ് നശ്വരനാകുന്നു. ഇതാണ് അവർ പറയുന്നവർ. ഇതാണിപ്പോ യൂനാനി ചിന്തകന്മാരുടെ ഒരു നിഗമനം. എന്താ? മനുഷ്യൻ നശ്വരരാണ്. അത് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മനുഷ്യൻ നശ്വരരാണെന്നുള്ളത്? നമ്മുടെ വിശ്വാസ പ്രകാരം ആ ചിന്ത ശരിയല്ല. മനുഷ്യൻ നശ്വരനല്ല അല്ലേ? അല്ല,
നശ്വരം എന്ന് പറയുന്നത് അനശ്വരം എന്നല്ല നമ്മൾ പറയുന്നത്, നശിക്കാത്തതിനാണ് എന്ത് പറയാം നമ്മൾ അനശ്വരം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മനുഷ്യൻ നശ്വരനാണ്, ശരിയാണ്. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് നശ്വരനാകുന്നു, അതായത് നാശമുണ്ട് എന്നർത്ഥം. അതെ, അപ്പൊ നശ്വരം എന്ന് പറഞ്ഞാൽ നാശമുള്ളത് എന്നർത്ഥം. അപ്പൊ അവർ പറയുന്നതാണ് ശരിയാണ്, മനുഷ്യൻ നശ്വരനാണ്, അത് സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതിനാൽ സോക്രട്ടീസ് നശ്വരനാണ്. ഇത് ശരിയായ ഒരു നെത്തിജാണ് അവർ പറഞ്ഞത്, മനസ്സിലായില്ലേ. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വിശ്വാസത്തിന് അത് എതിരൊന്നുമില്ല, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ, അതായത് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സുന്നികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എന്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ശരിയല്ല. മുസ്ലിങ്ങളെല്ലാം സുന്നികളല്ല, സുന്നികളൊക്കെ ആണെങ്കിലോ സുന്നികൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുന്നികൾക്ക് മാത്രം ബാധകമാതായിരിക്കുന്ന ഒരു വിഷയം എന്തിക്ക് കൊടുക്കാൻ പറ്റൂല, മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് വെച്ചോളിങ്ങൾ, എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാണ്, അങ്ങനെ വെച്ചോളി. ഇനിയിപ്പോ പറഞ്ഞത് ശരിയാവും. നമ്മൾ ആദ്യം പറഞ്ഞത് ശരിയല്ല, എന്തുകൊണ്ട് നമ്മൾ ആദ്യം കണക്കൂട്ടി നമ്മൾ ആ പ്രസ്താവനകളൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ശരിയായ നെത്തിയിലേക്ക് എത്താതിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ശരിയാവും, നോക്കിക്കോളി. എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാകുന്നു, അത് ശരിയാണോ അല്ലേ? എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാകുന്നു, അത് ശരിയാണോ അല്ലേ? ശരിയല്ലേ? അത് ശരിയാണല്ലേ? മുസ്ലിങ്ങളെന്ന് പറയില്ല, ശരിയാണ്. എല്ലാ മുസ്ലിങ്ങളും ദൈവവിശ്വാസികളാണ്, ഇത് സംശയമൊന്നുമില്ല. നിരീശ്വരവാദികളാ മുസ്ലിങ്ങളുണ്ടാവോ? മറ്റേ അല്ലെങ്കിൽ ഇയാളെ മാപ്പിള മുശ്രിക്ക് എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞിട്ട്, മറ്റേ സുല്ലമി സാഹിബ് പറഞ്ഞ മാതിരി മാപ്പിള മുശ്രിക്ക്, അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. അപ്പം പിന്നെ എല്ലാ മുസ്ലിങ്ങളും ദൈവവിശ്വാസികൾ തന്നെയാണ്, ശരി. സുന്നികളെല്ലാവരും മുസ്ലിങ്ങളാണ്, അത് ശരിയല്ലേ? യാതൊരു സംശയമില്ല. എല്ലാ മുസ്ലിമുകളും ദൈവവിശ്വാസികളാണ്, സുന്നികളെല്ലാവരും മുസ്ലിങ്ങളുമാണ്. അതിനാൽ എന്ത് വരണം? വാക്യങ്ങൾ എഴുതണം. ഇവിടെ ഒഴിവാക്കേണ്ടത് എന്താന്നുള്ളത് പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് ഇപ്പൊ കിട്ടും. ഇവിടെ പറഞ്ഞു വന്ന എന്താ അറിയോ, രണ്ടിലും ആവർത്തിച്ച് വരുന്നത് ഒഴിവാക്കുക. രണ്ടിലും ആവർത്തിച്ച് വന്ന പദം ഏതാണ്? അതവിടെ ഒഴിവാക്കുക. എന്നിട്ട് വാക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതാണ് നെത്തിജ എന്ന് പറഞ്ഞാൽ. ഹദ് സുഹറ, ഹദ് കുബ്ര, ഹദ് മുഷ്തറക്, ഹദ് ഔസത്ത്, ഇങ്ങനെ 3. അതിന് അറബി പറയുമ്പോൾ നിങ്ങൾ എന്തോ സാധാരണ കരുതും, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ അറബി പറയാതിരിക്കുന്നത്. സുഹറ കുബ്ര, ആദ്യത്തെ പ്രസ്താവനയ്ക്ക് സുഹറ, രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് കുബ്ര, പിന്നെ അതിന്റെ ഫലത്തിന് നെത്തീജ. ഈ സുഹറയിൽ ഉണ്ടാകും ഒരു മൗലൂ ഉണ്ടാകും, ഒരു പിന്നെ മഹമൂൽ ഉണ്ടാകും. ഈ കുബ്രയിൽ ഒരു മൗലൂവും മഹമൂൽ ഉണ്ടാകും. ഈ സുഹറയിൽ ഉള്ളതും കുബ്രയിൽ വന്നതും ആവർത്തിച്ച് വന്നതിനെ കളഞ്ഞാൽ ബാക്കിയുള്ളതാകും നെത്തീജ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞെടുത്ത്, അത് നമ്മളതിന് ശരിയായ അറബി കിതാബിലൊക്കെ പറഞ്ഞ പദങ്ങൾ അതാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്? എല്ലാ മുസ്ലിങ്ങളും ദൈവവിശ്വാസികളാകുന്നു എന്നുള്ളടത്ത് ആവർത്തിച്ച് വരുന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. എല്ലാ മുസ്ലിങ്ങളും ദൈവവിശ്വാസികളാണ്, എല്ലാ സുന്നികളും മുസ്ലിങ്ങളാണ്. ഇവിടെ ആവർത്തിച്ച് വന്നത് ഏതാ സുഹൃത്തുക്കളെ? എല്ലാ മുസ്ലിങ്ങളും ദൈവവിശ്വാസികളാണ്, എല്ലാ സുന്നികളും മുസ്ലിങ്ങളുമാണ്. അപ്പൊ മുസ്ലിം എന്നുള്ള ആവർത്തിച്ച് വന്നതില്ലേ? അപ്പൊ ഈ മുസ്ലിം ആവർത്തിച്ച് വന്നതായ അതിനോട് ഒഴിവാക്കിയിട്ട് ആദ്യത്തെ ഉള്ളതും രണ്ടാമത്തെ ഉള്ളതും കൂടെ കൂട്ടിയെടുത്തിട്ടാണ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ സുന്നികൾ ദൈവവിശ്വാസികളാകുന്നു, സുന്നികൾ എല്ലാവരും ദൈവവിശ്വാസികളാകുന്നു കിട്ടും. ഇതാണ് ഇതിന് ശരിയായ പിന്നെ നെത്തിജ. മനസ്സിലായില്ലേ? ഇങ്ങനെ എടുക്കേണ്ടത് ഏത് വിഷയം തന്നെ. അപ്പൊ ആവർത്തിച്ച് വരുന്ന ഹദ് മുഷ്തറക്ക് അല്ലെ ഹദ് ഔസത്ത് ഇതായിട്ട് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതാണ് ഇർത്തിക്കാവ് പിന്നെ ഹദ്ദൈനി. 2 ഹദ് തമ്മിൽ ഒരുമിച്ച് കൂടുക. 3 ഹദ് ഉണ്ടാകും. ഹദ് ഔസത്ത്, ഹദ് അദ്ന, ഹദ് സഗീർ, ഹദ് കബീർ, ഹദ് ഔസത്ത്. അപ്പോ ഈ രണ്ട് പ്രസ്താവനയിൽ ആവർത്തിച്ച് വരുന്ന മുസ്ലിം എന്നുള്ളതിന് ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? എല്ലാ സുന്നികളും ദൈവവിശ്വാസികളാകുന്നു എന്ന് കിട്ടും. ഇവിടെ എന്തുകൊണ്ട് ഈ 2 പ്രസ്താവനയിൽ ആവർത്തിച്ച് വന്നത് മുസ്ലിം എന്നുള്ളതാണ്. ആ മുസ്ലിമിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതാണ് നെത്തിജ. ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതാവണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ആവർത്തിച്ച് വരണം. ഈ 2 പ്രസ്താവനയിൽ ആദ്യത്തിലുള്ളത് രണ്ടാമത്തിലും ആവർത്തിച്ച് വരണം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടേനി എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്? സമസ്തയുടെ വീക്ഷണത്തിൽ എല്ലാ മുജാഹിദുകളും മുസ്ലിങ്ങളാണെന്നാ പറഞ്ഞത് നമ്മൾ. അവിടെ എന്താ ആവർത്തിച്ച് വന്നില്ല? ഇവിടെ സുന്നി എന്നുള്ളതോ മൗലിദ് അംഗീകരിക്കുന്നവരോ എന്നുള്ളത് ആവർത്തിച്ച് വന്നില്ല. അതുകൊണ്ട് അവിടെ ശരിയായ ഒരു നെത്തിജയിലേക്ക് എത്താൻ സാധിച്ചില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്നും മുജാഹിദുകളെല്ലാം മുസ്ലിങ്ങളാണെന്നും അതുകൊണ്ട് മുജാഹിദുകളൊക്കെ മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്നുള്ളത് വരാൻ കാരണം എന്തുകൊണ്ട്? ഹലോ, കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? കട്ടായോ? ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലായി അല്ലേ? പറഞ്ഞ നേരത്തെ ഉദാഹരണങ്ങൾ കേട്ടിരുന്നോ? നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് ശരിയായ ഒരു ഫലത്തിലേക്ക് എത്താൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാ? കേട്ടിട്ടില്ല? നമ്മളിപ്പോ പറഞ്ഞ പിന്നെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാണ്, സുന്നികൾ എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ എന്ത് കിട്ടും അവിടെ നമുക്ക്? അപ്പൊ എന്ത് കിട്ടും? സുന്നികൾ
ദൈവ വിശ്വാസികളാണെന്ന് കിട്ടും. എന്തുകൊണ്ട് ഏതോ ഒഴിവാക്കേണ്ടത്? ഈ രണ്ട് പ്രസ്താവന, ആദ്യത്തെ പ്രസ്താവനയിലും അഥവാ ആദ്യത്തെ മുഖദ്ദിമയിലും രണ്ടാമത്തെ പ്രസ്താവനയിൽ അഥവാ രണ്ടാമത്തെ മുഖദ്ദിമയിലും ആവർത്തിച്ച് വന്ന പദത്തിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതാണ് അതിന്റെ ശരിയായ നതീജ, അതിന്റെ ഫലം വരിക. മനസ്സിലായില്ലേ? അതിന്റെ ഫലം വരുന്നത് നമ്മൾ ക്ലാസ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എല്ലാ സുന്നികളും മൗലിദ് അംഗീകരിക്കുന്നവരാണ്, മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, അതിനാൽ എല്ലാ മുജാഹിദും മൗലിദ് അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് ശരിയാവാതെ വന്നത് എന്തുകൊണ്ട്? ഈ രണ്ട് പ്രസ്താവനയിലും എന്ത് ആവർത്തിച്ച് വന്നിട്ടില്ല? ഒരേ ഒരു പദങ്ങൾ ആവർത്തിച്ച് വരണം. ആവർത്തിച്ച് വന്നത് ഒഴിവാക്കിയാൽ ഉള്ളത് ശരിയാവണമെങ്കിൽ രണ്ടും ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ ഒരേ സംഗതി രണ്ട് പ്രാവശ്യം വരണമല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ പ്രസ്താവനയിൽ എല്ലാ സുന്നികളും എന്നാണ് പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞ പ്രസ്താവന എല്ലാ മുജാഹിദുകളും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ശരിയാതില്ല? സുന്നികൾക്ക് മാത്രം ബാധകമാകുന്നത് മുജാഹിദുകൾക്ക് ബാധകമായില്ല. അപ്പൊ എന്താണ്? ഈ രണ്ട് പ്രസ്താവന ആവർത്തിച്ച് വരുന്നതിൽ കളഞ്ഞിട്ട് ശരിയായി വരണം. ആവർത്തിക്കാതെ വന്നാൽ അതിൽ ഉള്ള ഫലവും ശരിയാവില്ല. അപ്പൊ ശരിയായ ഫിക്ർ എന്ന് പറഞ്ഞാൽ, ശരിയായ ഫിക്ർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്നു പിന്നെ അൽ ഫിക്റുൽ മുറത്തബു ഫി നഫ്സി, നമ്മുടെ മനസ്സിൽ തെർത്തീബ് ശരിയായ നിലക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവരുന്ന ചിന്തയാകുന്നു നെതിർ എന്ന് പറഞ്ഞാൽ. അലാ തെരീഖിൻ, എങ്ങനെ? അലാ തെരീഖിൻ ഒരു പിന്നെ രൂപത്തിൽ, അലാ തെരീഖ് യുഫ്ദി ഇലൽ ഇൽമി, അത് ദൃഢവിജ്ഞാനത്തിലേക്ക് ചേർക്കുന്ന ഒരു രീതിയിലാകും, അല്ലെങ്കിൽ അത് തന്നെ ഏകദേശം അനുമാനത്തിലേക്ക് ചേർക്കുന്ന രീതിയിലാകും. മനസ്സിലായില്ലേ? അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ചിലത് നല്ല ഉറച്ച വിശ്വാസമായിരിക്കും. ചിലത് ഉദാഹരണം പറയാ, ഈ ലോകത്തിന് എന്തുണ്ട്? ഈ ലോകം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായതാണ്. ഈ ലോകം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായതാണ്. ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരാൾ നിർബന്ധമാണ്. അതിനാൽ ഈ ലോകത്തിന് എന്ത് നിർബന്ധമാണ്? ഒരു സൃഷ്ടാവ് നിർബന്ധമാണ്. അതിലാർക്കും സംശയമുണ്ടോ? ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ബുദ്ധി മറവിച്ച ആളുകളല്ലാതെ കണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനെന്ത് വേണം? അതൊരു പ്രവർത്തിച്ച ആൾ വേണം എന്നുള്ളത് എല്ലാ ബുദ്ധിയുള്ളവരും അംഗീകരിക്കുന്ന കാര്യമാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. അപ്പം നമ്മൾ മുമ്പ് മരുഭൂമിയിലെ ഇടയൻ പറഞ്ഞല്ലോ, ഒട്ടകം വെച്ച് നടക്കുന്ന ഇടയൻ പറഞ്ഞു, അൽ ബാരത്തു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിന്റെ കാഷ്ടം ഒട്ടകത്തിന്മേൽ അറിയിക്കും. അതെ. അപ്പം ഒരു എഴുത്ത് കണ്ടാൽ, ഒരു ബുക്ക് കണ്ടാൽ നമ്മൾ അതിന്റെ ആദ്യമായിട്ട് എന്താ നോക്കുന്നത്? എന്താണ് ആ ബുക്കിൽ ആദ്യം വിഷയം എന്താ നോക്കും. പിന്നെ നമ്മൾ എന്താ നോക്കുക? അടുത്തതായിട്ട് അത് ആരാണ് എഴുതിയതെന്ന് നോക്കും, അല്ലേ? അപ്പം ആ ബുക്ക് കണ്ടാൽ അത് എഴുതിയ ഒരാളുണ്ട് എന്നുള്ളത് നമ്മുടെ ബുദ്ധി കണ്ടെത്തുന്നു. നിർബന്ധമായിട്ട് നമ്മൾ അതിലേക്ക് നീങ്ങും, നമ്മുടെ ബുദ്ധി അവിടെ നീങ്ങും. പക്ഷെ ആ ഗ്രന്ഥകർത്താവിനെ കണ്ടത് കൊണ്ടല്ല നമ്മൾ ഒരു ഗ്രന്ഥകർത്താവ് ഉണ്ട് എന്ന് പറയുന്നത്. അയാളുടെ ഒരു അസറ് കണ്ടപ്പോൾ അയാൾ ആ അസറിന്റെ കാരണക്കാരായിരിക്കുന്ന ഒരാളെ നമ്മുടെ ബുദ്ധി കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു ഫെയിൽ ഉണ്ടായ, ഒരു പ്രവർത്തനം ഉണ്ടായാൽ അതൊരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വേണം. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയെന്ന് ഉണ്ടായതാണെന്നുള്ളത് അംഗീകരിക്കുന്നത് ശാസ്ത്ര ലോകം പോലെ അംഗീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ സിഫത്തുൽ വുജൂദ് എന്ന് പറയുന്ന ആ നഫ്സി, ആ സിഫത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്ര വിഷയത്തിലേക്ക് നമുക്ക് വിശദമായിട്ട് കടന്നു ചെല്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം പിന്നെ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് നമുക്ക് അത് ഉറച്ചതായിരിക്കുന്ന ഒരു അറിവാണ് നമുക്ക് നൽകുന്നത്. അതാണ് ഇൽമൻ ഫിൽ മാലൂമാത്തി, ദൃഢജ്ഞാനമുള്ളത് ദൃഢജ്ഞാനത്തെ നൽകുന്നതും. അതായത് രണ്ട് പ്രസ്താവനയാണെന്ന് അറിയില്ലേ? രണ്ട് പ്രസ്താവനമാണ്. ആ രണ്ട് പ്രസ്താവനയും വളരെ ഉറച്ചതാണ് ഉണ്ടെങ്കിൽ അതിന്റെ നതീജ, അതിന്റെ ഫലവും ഉറച്ചതായിരിക്കും. അതല്ലാതെ ഏകദേശം ധാരണയാണെങ്കിലോ അതിന്റെ നതീജയും ധാരണയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഉദാഹരണം പറയാം, ചിലപ്പോൾ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞല്ലോ, ആയുധവുമായി നടക്കുന്ന ആളുകൾ എന്താകുന്നു? രാത്രി കാലങ്ങൾ ആയുധവുമായി നടക്കുന്ന ആളുകൾ പിന്നെ കള്ളന്മാരാകുന്നു എന്നുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് ശരിയായിട്ടുണ്ടായിരിക്കാം. ഈ പറയുന്ന അയാളുടെ പിന്നെ ഭാവനയിൽ അത് ശരിയായിരിക്കാം, അയാളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് എല്ലായിടത്തും ഒന്നല്ല. അതൊരു പിന്നെ ഉറച്ചു പറയാൻ പറ്റുന്ന ഒരു ഫലമല്ലത്. അത് പലരും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഏകദേശം നിഗമനത്തിലെത്താൻ സാധിക്കുന്ന, ഉറപ്പില്ല, നിഗമനത്തിലെത്താൻ സാധിക്കുന്ന ഒരു ഫലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് എന്താണെങ്കിൽ അതിന്റെ ആമുഖങ്ങൾ, അതിന്റെ പ്രസ്താവനകൾ നിഗമനമാണെങ്കിൽ നിഗമനത്തിലേക്കും, അതിന്റെ പ്രസ്താവനകൾ ഉറപ്പുള്ളതാണെങ്കിൽ ഉറപ്പിലേക്കും എത്തിക്കുന്നതായ ക്രമപ്രവൃദ്ധമായ രീതിയിലുള്ള ചിന്തക്കാകുന്നു നെതിർ എന്ന് പറയാം. അത്തരം ചിന്തയിലൂടെ മാത്രമാണ് നാം അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ നാം നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നാം ദൈവവിശ്വാസിയാൻ പറ്റൂല. അന്തമാ തക്ലീദ് പാടില്ല. അതുപോലെ തന്നെ ഏത് പാടില്ല? ഇൽഹാമ മുഖേന നമുക്ക് കിട്ടുമെന്ന് നാം വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല. അതൊക്കെ വളരെ ചുരുക്കത്തിൽ, ചരിത്രത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾക്കൊക്കെ ഇൽഹാമ മുഖേന അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ അള്ളാഹു താലാനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണം ഖുർആനിലൂടെയാണ്. അതിന് അള്ളാഹു ഉണ്ട് എന്നുള്ള തെളിവെന്താ ചോദിച്ചാൽ അത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് ആദ്യം തെളിയിക്കണം. അതിന് നമ്മൾ ബുദ്ധി വേണം, ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. അവിടെ നമുക്ക് നെതിറാണ് വേണ്ടത്. പോട്ടെ, നമ്മളതാ വിഷയം പറഞ്ഞത്. ഇനി മുസ്ലിം പറഞ്ഞത് വലാ യസിഹു അൻ യുഖാല വലാ യജൂസു എന്നാൽ പറഞ്ഞതിന്റെ മൊത്തത്തിലാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മുസ്ലിം പറഞ്ഞ് ആ വിഷയങ്ങൾ തക്ലീദ് കൊണ്ടും പാടില്ല, അതുപോലെ തന്നെ ഖബർ കൊണ്ടും പാടില്ല, ഇൽഹാം കൊണ്ടുണ്ടാവില്ല. ഈ 4 ഓപ്ഷനുകളും മുസന്നിഫ് ബാത്തിലാക്കിയിട്ട് അവസാനമായിട്ട് ചിന്തയിലൂടെ മാത്രമേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് മുസന്നിഫ് പറഞ്ഞു വെച്ചു. അതാ വഹുവ അവ്വലു വാജിബാത്തിൻ അലൽ മുക്കല്ലഫ്. ഇനി നമ്മൾ എടുക്കാൻ പോണ പാടതാണ്. വഹുവ അവ്വലു
അന്നദുർ വഹു അവ്വലു വാജിബിൻ അലൽ മുക്കല്ലഫി. ഒരു മുക്കല്ലഫ മനുഷ്യന് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചില സംശയങ്ങളെ കൊണ്ട് വന്നേക്കാം. ഞാൻ പറയട്ടെ, ഒരു നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രഥമമായത് ഏതെന്ന് ചോദിച്ചാൽ അത് മാരിഫത്താകുന്നു. അതായത് മാരിഫത്തിന് കാരണമായ ചിന്തയാകുന്നു. വലാ തഹസ്സുലു ഇല്ലാ ബിഹി. ആ ഏറ്റവും നിർബന്ധമായിരിക്കുന്ന കാര്യം ഏതുകൊണ്ടല്ലാതെ കരസ്ഥമാവൂല, ഏതുകൊണ്ടല്ലാതെ കിട്ടൂല, ചിന്ത കൊണ്ടല്ലാതെ. വലാ തഹസ്സുലു ഇല്ലാ ബിഹി. ഇതിൽ മാരിഫത്ത് അവ്വലുൽ വാജിബാത്ത്. വലാ തഹസ്സുലു ഇല്ലാ ബിഹി. ഈ മാരിഫത്ത് ലഭിക്കില്ല, ഇല്ലാ ബിഹി അവ്വലുൽ വാജിബാത്ത് കൊണ്ടിട്ട് ലഭിക്കില്ല. അതായത് ഇപ്പം മാരിഫത്തിന് സബബ് നദർ, ചിന്തയാണ്. ചിന്ത കൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം എന്ത് നിർബന്ധമാണ്? ചിന്ത നിർബന്ധമാണ്. അതാ മുസ്ലിം റഹിമഹുല്ലാഹ് പറയുന്നത്. എന്താണ് ശരിക്കും? ഞാൻ ഒന്ന് വായിച്ചു തരാം, ആദ്യം ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിന്റെ അർത്ഥം വെക്കാം. അന്നദർ വഹുവ, നദർ എന്ന് പറഞ്ഞാൽ വഹുവ അത് അവ്വലു വാജിബിൻ അലൽ മുക്കല്ലഫി. ഒരു മുക്കല്ലഫ മനുഷ്യന് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് എന്താകുന്നു? ചിന്തയാകുന്നു. ഇതിനോട് നിങ്ങൾ എല്ലാവരും യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഞാനൊരു പ്രധാനപ്പെട്ട ഇഷ്കാൽ, ഒരു മറുപടി ഇതിലേക്ക് ഞാൻ സൂചിപ്പിക്കാനാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യന് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ചിന്തയാണെന്നാണ് ഇപ്പോൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. നിങ്ങളിപ്പോൾ മുസന്നിഫിനോട് യോജിക്കാതിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങളെ പ്രഥമ ബുദ്ധിക്ക് മനസ്സിലാക്കി വെച്ചത് നിങ്ങൾ എഴുതുക. ആദ്യമായിട്ടൊരു മനുഷ്യന് ചിന്തയാണോ വേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസമാണോ വേണ്ടത്? ആദ്യമായിട്ട് വിശ്വാസമാണോ വേണ്ടത്, ചിന്തയാണോ വേണ്ടത്? ആദ്യമായിട്ട് ഈമാൻ കൊണ്ടിട്ട് ചിന്തിക്കുകയാണോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഈമാൻ കൊള്ളുകയാണോ വേണ്ടത്? രണ്ട് അഭിപ്രായം ഇവിടെ വന്നു കഴിഞ്ഞു. ചിന്തയാണെന്നൊരു കൂട്ടർ പറയുന്നത് അതല്ല, വിശ്വാസമാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് ചിന്തിക്കാൻ വേണ്ടത്. ആദ്യം വിശ്വസിച്ചിട്ട് ചിന്തിക്കുകയാണ് വേണ്ടത് എന്നൊന്ന്, അല്ല ചിന്തിച്ചിട്ട് വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന്. ഏതാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സ്വന്തമായി നമ്മുടെ മഹദ് ഇവിടെ അഖിലുണ്ടല്ലോ, അഖില് ഒരാൾ ചിന്തിച്ചിട്ട് വിശ്വസിക്കുമ്പോഴാണോ അയാളുടെ വിശ്വാസം ഉറച്ചതാവുന്നത്? അതല്ലാതെ വിശ്വസിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് അതിലേക്ക് എത്തുമ്പോഴാണോ അയാളുടെ വിശ്വാസം പരിപൂർണമാകുന്നത്? ഉറക്കാൻ ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെയാണ് അയാൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ആ ചിന്തയിൽ ഇപ്പോൾ ഈ വിശ്വാസത്തിന് ഉപോലകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കാം, ചിലപ്പോൾ എത്താതിരിക്കുകയും ചെയ്യാം അല്ലേ? ആദ്യം ആൾ വിശ്വസിച്ചു, ആദ്യം എന്ത് ഷഹദല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാൾ ആദ്യം ഫസ്റ്റ് തന്നെ അങ്ങോട്ട് കലിമ ഷഹാദത്താണ് ചൊല്ലി. പിന്നെ ആൾ ചിന്തിച്ച് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ രണ്ട് ഇലാഹില്ല. ഇലാഹില്ലേ? ഇവിടെ ഇന്ത്യയിൽ എത്ര ദൈവങ്ങളുണ്ട്, എത്ര ഇലാഹുകളുണ്ട്? അവരും ഇത്രയും 1 കോടി 100 കോടി ഈ ആളുകളൊക്കെ അല്ലെങ്കിൽ 80 കോടി ആളുകളൊക്കെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു യാഥാർത്ഥ്യം വേണ്ടേ? അയാൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അയാളെ ഈ വിശ്വാസം കൊണ്ടുള്ള കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, അയാൾ ചിന്തിക്കുന്നത് അങ്ങോട്ടാണ്, ശരിയായ മാർഗത്തിൽ ചിന്തിച്ചില്ല. അയാൾ ചിന്ത എവിടേക്ക് പോയിട്ടില്ല. ഈമാൻ അയാൾ കൊണ്ടൊരു പേരിന് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി, പക്ഷേ പിന്നീട് ആൾ ചിന്തിക്കുന്നത്, ചിന്തിച്ചിട്ട് ഈ രൂപത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്തും? അയാൾ വീണ്ടും കുഫറിലേക്ക് തന്നെ എത്തും. അതല്ല ശരിയാ നിലക്കാൻ ചിന്തിക്കുന്നതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്ത് ഷഹാദത്തിനെ സംബന്ധിച്ച് അയാൾ ശരിയായ രീതിയിൽ ചിന്തിച്ചു, തെളിവിൽ ശരിയായ നിലയ്ക്ക് ലഭിക്കുന്ന രീതിയിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ശരിയായ നിലക്കാണ് ചിന്തിച്ചതെങ്കിൽ അയാൾ എതിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ അയാൾ അതിന്റെ ശരിയായ ഫലത്തിലേക്ക് എത്തും. അപ്പൊ ആദ്യം വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ചിന്തിച്ചിട്ട് എവിടേക്ക് വരണം? പിന്നെ അയാൾ ഈമാൻ കൈക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പൊ ചോദ്യം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താണ്? ഇന്നക തഅതി ഇലാ ഖൗമിൻ അഹ്ലി കിതാബിൻ. ഓ മുആദ് എന്നവരെ, നിങ്ങൾ ചെല്ലുന്നത് വേദക്കാരായിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളിലേക്കാണ്. അന്നുണ്ടായിരുന്ന അവിടെ ക്രിസ്ത്യാനികളാണ്. അവിടെ ചെന്നാൽ ഫഅലിംഹും അന്നല്ലാഹ ഫറള അലൈഹിം. എന്താണ് അതിന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്. കണ്ടോ, ഇങ്ങനെയുള്ള ഹദീസിൽ ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്. ആദ്യമായിട്ട് നിങ്ങൾ ആ വേദക്കാരോട് ദഅവത്ത് നടത്തേണ്ടത്, ഒരു ദായി, ഒരു ഇസ്ലാമിക പ്രബോധകൻ കൈക്കൊള്ളേണ്ട ക്രമങ്ങൾ, അതിന്റെ ശരിയായ ക്രമത്തിലുള്ള അതിന്റെ വശങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകാ പഠിപ്പിക്കുകയാണ്. ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ് ലാ യുവഹിദുല്ലാഹ്. ഇങ്ങനെ വേറെ റിവായത്തിൽ കാണാം. ആദ്യമായിട്ട് നിങ്ങൾ അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്കാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് അള്ളാഹിനെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളിവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? ചിന്തിക്കണം എന്ന് ആദ്യം ചിന്തിച്ചിട്ട് അയാൾ ഇസ്ലാമിലേക്ക് വരണമെന്നുള്ള പറഞ്ഞത്. എന്നാൽ ഹദീസിന്റെ ബാഹ്യം എന്താണ്? ഹദീസിന്റെ ബാഹ്യം ആദ്യമായിട്ട് അവരെ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ ഹദീസിൽ പറഞ്ഞതിനോട് എതിരായിട്ടല്ലേ നിങ്ങൾ അശ്ശരി മദ്ഹബുകാർ നിങ്ങൾ അഖീദൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നമുക്ക് ചോദിക്കാനുണ്ട്. സുഹൃത്തെ, നിങ്ങളാ പറഞ്ഞത് എന്തായിട്ടില്ല? ശരിയായിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ എന്ന് പറയുന്നത് ഫൈൻ അറഫുല്ലാഹ
ഫൈൻ അറഫുല്ലാഹ ഫഅലിംഹും, അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യമായിട്ട് എന്താ വേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് അറിയണം. ഞാൻ ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ ഹദീസ് നിങ്ങൾ മുമ്പിൽ വെക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അതെ വന്നിട്ടുണ്ട്. പിന്നെ ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹി ഫഇൻ അറഫുല്ലാഹ. കണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് ഹദീസിൽ കാണാം. എന്താ ഏതായാലും വന്നിട്ടുണ്ട്. ഫൈൻ അറഫുല്ലാഹ്, പിന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗമാണ്. ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, ആദ്യമായിട്ട് ക്ഷണിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്കാണ്. ഫൈൻ അറഫുല്ലാഹ ഫൈദ അറഫുല്ലാഹ, അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഫൈദ അറഫുല്ലാഹ ഫഅലിംഹും. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഉമാദ് റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ്, ആദ്യമായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് മാരിഫത്ത് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. അതെ, അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും അവരുടേതായ അക്കലിനനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. ശരിയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക്, ഒരു അമുസ്ലിങ്ങളായ ഒരു ജനവിഭാഗത്തിന്റെ അടുക്കലേക്ക് ഒരാൾ ഇസ്ലാമിക പ്രബോധനമായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അവർ അറിയിക്കേണ്ടത്, എല്ലാ ബുദ്ധിക്കും അറിവിനെ പരിചയമുള്ളത് തന്നെയാണ്, ചിന്തിക്കാനാണ് പറയേണ്ടത്. ഫൈദ അറഫുല്ലാഹ, അവർ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ആദ്യം അറിയുകയും അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ചിന്തിക്കണം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ചിന്ത നൽകുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പ്രസംഗം അവിടെ നടത്തി അവർ ശരിയായ നിലയ്ക്ക് ഇസ്ലാമിക്ക് ക്ഷണിക്കുക, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ അവർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അവർ അള്ളാഹിനെ മനസ്സിലാക്കുകയും ചെയ്താൽ രണ്ടാമതായി പറയേണ്ടത് എന്താണ്? പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഹദീസിൽ പോലും ഹദീസിന്റെ പരിപൂർണമായ അർത്ഥം വെക്കുകയാണെങ്കിൽ, ഹദീസിന്റെ തുടക്ക ഭാഗം വെച്ചാൽ അവർക്കാണ് ഈ ഇഷ്കാൽ ഉണ്ടാകുന്നത്. ഇവിടെ ഹദീസിന്റെ അവസാന ഭാഗം എന്താ വന്നത്? ഹദീസിന്റെ അവസാന ഭാഗം ഫൈദ അറഫുല്ലാഹ, അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്നതാ. അപ്പോൾ അള്ളാഹുവിന്റെ മാരിഫത്ത് അവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ മാരിഫത്ത് ഉണ്ടാക്കണമെങ്കിൽ അവർ ചിന്തിക്കണം. ചിന്തയാണ് ആദ്യമായിട്ട് വേണ്ടത് എന്ന് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അശ്അരി മദ്ഹബിലെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആവട്ടെ, ഇമാം അബൂബക്കർ ബാഖിലാനി റഹിമഹുല്ലാഹി ആവട്ടെ, ഇമാം അബുൽ മാലിൽ ജുവൈനി തങ്ങളാവട്ടെ, അബുൽ അശ്അരി ഇമാം ആവട്ടെ, എല്ലാ ഉലമാക്കളും, ഇമാം നബവി തങ്ങൾ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ ആളുകളും, എല്ലാ ഉലമാക്കളും പറഞ്ഞത് എന്താണ്? മനുഷ്യൻ ആദ്യമായിട്ട് വേണ്ടത് ചിന്തയാകുന്നു. ആ ചിന്തിച്ചിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടെത്തണം എന്നുള്ളതാണ് എല്ലാ ഉലമാക്കളും അഖീദത്തിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണിപ്പം ചിന്തിക്കാതെ ഈ ആളുകളോട് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതൊക്കെ ആളുകൾക്ക് തിരിയുന്നതല്ലേ? ഇവിടെ സംസാരിച്ചപ്പോൾ എന്താണ്? ഇതിൽ പലർക്ക് സംശയമുണ്ട് സുഹൃത്തുക്കളെ. ഒരാൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചിന്തിച്ച് വിശ്വസിക്കണമെന്ന് എന്നുള്ള ഇതിലേക്കല്ലേ ചിന്തിക്കുന്ന ആളുകൾ പറയാം. തീർച്ചയായിട്ടും ഒരാൾ പറയുന്നത് എന്താണ്? ചിന്തിച്ചതിന് ശേഷം വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കേണ്ട. നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് പെട്ടെന്ന് വരാൻ ഒരാൾ താല്പര്യം എടുത്താൽ നിങ്ങൾ നല്ലോണം ശരിക്കും പഠിച്ചോളൂ, പഠിച്ച് ആലോചിച്ച് ചിന്തിച്ച് എന്നിട്ട് പരിപൂർണമായിട്ട് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരും. ഇത് നമ്മൾ പറയുന്നത്, ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്, നമ്മളും പറയുന്നത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചിന്തിച്ചിട്ട് പിന്നെ ഒരാൾ വിശ്വാസം കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. അതാണ് ബഹുമാനപ്പെട്ട മുസ്ലിം അവറുകളും പറയുന്നത്. അതാ അവ്വലു വാജിബിൻ അലൽ മുക്കല്ലഫി, ഒരു മുക്കല്ലഫ് ആ മനുഷ്യന് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് ചിന്തയാണ്. അപ്പൊ ചിന്തിച്ചിട്ട് അയാൾ ഏതിലേക്ക് വരണം? അയാൾ ഇസ്ലാമിലേക്ക് വരണം. ഇതിൽ മാരിഫത്തു, കാരണം അറിവിന്റെ കാരണമാകുന്ന ചിന്ത. അതോട്ടെ, ഇതിൽ മാരിഫത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഇത് സബബുൽ മാരിഫത്ത് എന്ന് വേണേ അവിടെ ഉണ്ടാവും. മുസന്നിഫിന്റെ കിതാബിൽ അങ്ങനെ ഇല്ലെങ്കിലും അർത്ഥം എന്താണ്? ഇവിടെ മുദാഫ് കളയപ്പെട്ടതാ. മാരിഫത്തിന്റെ, അതായത് അറിവിന്റെ കാരണം, അതായത് ചിന്ത എന്ന് പറയുന്നത് അവ്വലുൽ വാജിബാത്തി, അതാണ് പ്രഥമമായിട്ട് നിർബന്ധമാവുന്ന കാര്യം. ചിന്തയാണ് ഒരു മനുഷ്യന് വേണ്ടത്. വലാ തഹ്സുലു, അറിവ് ലഭ്യമല്ല ഇല്ലാ ബിഹി, ഈ ചിന്ത കൊണ്ടല്ലാതെ മാരിഫത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഫബി ദറൂറത്തി തഖ്ദീമിഹി അലൈഹ, ഈ ചിന്ത എന്ന് പറയുന്നത് അറിവിനേക്കാളും നിർബന്ധമായിട്ട് മുൻകടക്കണം എന്നുള്ളത് കൊണ്ട് സബത്തലോ സിഫത്തുൽ വുജൂബി ഖബല, ചിന്ത ഈ അറിവിന്റെ മുമ്പ് ചിന്ത എന്തായാലും അവിടെ ഉണ്ടാവുന്ന നിർബന്ധമാണ് എന്നുള്ള കാര്യം അവിടെ സ്ഥിരപ്പെട്ട്. മനസ്സിലായോ? ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമുള്ളൂ, ഉളു എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ? നിസ്കരിക്കാൻ അള്ളാഹു തആല പറഞ്ഞത് അഖീമു സ്വലാത്താൻ, നിസ്കരിക്കാൻ അള്ളാഹു തആല പറഞ്ഞത്. അപ്പോൾ നിസ്കരിച്ചാൽ പറയാം ഉളു എടുക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. നിസ്കാരം എന്നുള്ളത് നിർബന്ധമാകുന്നത് ഉളു എന്ന് പറയുന്ന മറ്റൊരു കാര്യത്തിന് മേൽ നിലകൊള്ളുന്നതാണ്. നിസ്കാരത്തിന്റെ നിർബന്ധം എന്തിനുമേൽ നിലകൊള്ളുന്നതാണ്? ഉളു എന്ന് പറയുന്നതായ അതിന്റെ ഷർത്തിന് മേൽ നിലകൊള്ളുന്നതാണ്. അപ്പം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ ഏതുണ്ട്? ഉളു പരിപൂർണമായ രീതിയിൽ ഉളു ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ ആദ്യമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അറിവിന് ആവശ്യമായിരിക്കുന്ന ചിന്ത വേണമെന്നുള്ളതാണ്. അപ്പോൾ ചിന്തിക്കലും നിർബന്ധമാണ് എന്നുള്ള വിഷയം ഇവിടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുകയാണ്. നിസ്കരിക്കണം എന്നുള്ള കൽപ്പന ഉണ്ടായാൽ അവിടെ ഉളു കൊടുക്കണം എന്നുള്ളത് പരിപൂർണമായിട്ടും അതിൽ നിന്ന് ലഭിക്കുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എന്ത് വേണം? ആ അറിവിലേക്ക് എത്തിക്കുന്നതായ ചിന്ത വേണമെന്നുള്ളതിന്റെ ആ കൽപ്പന തന്നെ അതിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ അതാ മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. കേട്ടോളൂ, ഇനി വായിച്ചോളൂ, ഇനി വായിച്ചാൽ കിട്ടും. ഫബി ദറൂറത്തി തഖ്ദീമിഹി, അവ്വലുൽ വാജിബാത്ത് ആദ്യമാണ് ഉണ്ടാവൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് അലിഹ, ഇതിനേക്കാളും അറിവിനേക്കാളും
ആ അറിവിലേക്ക് എത്തിക്കുന്ന ചിന്ത മുൻകടക്കണം എന്നുള്ളത് കൊണ്ട് സബത്തത്തിലഹു ഈ ചിന്തക്ക് സ്ഥിരപ്പെട്ടു സിഫത്തുൽ വുജൂബി ഖബലഹ ഈ അറിവിന്റെ മുമ്പ് അത് എന്തായാലും ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം ഏതിന് സ്ഥിരപ്പെട്ടു ആ ചിന്തക്ക് സ്ഥിരപ്പെട്ടു വൈജാബുൽ മാരിഫത്തി ബില്ലാഹി തആല അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നിർബന്ധമാണുള്ളത് മാലൂമു മിൻ ദീനിൽ ഉമ്മത്തി ദറൂറത്തൻ അത് ഇസ്ലാം ദീനിൽ അറിയപ്പെട്ട ഒരു കാര്യമാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് അറിയാന്നുള്ളത് വാജിബാണ് അപ്പോൾ ആ വാജിബിന്റെ മേൽ നിലകൊള്ളുന്നതും വാജിബാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് പിന്നെ ഒരു മുകല്ലഫ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ആദ്യമായി നിർബന്ധമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്തായിരിക്കുന്ന അറിവും ആ അറിവ് അവന്റെ തൗഹീദിലേക്ക് എത്തിക്കലുമാകുന്നു അപ്പോൾ അവലിൽ വാജിബാത്ത് എന്താകുന്നു ചിന്തയാകുന്നു കാരണം നമ്മൾ അറിവാണെന്ന് പറയും നിങ്ങൾ അറിവാണെന്ന് പറഞ്ഞ പക്ഷേ അറിവിലേക്ക് എത്തിക്കുന്നത് വെറും ഒരു അറിവ് ഉണ്ടാവില്ലല്ലോ അറിവിൽ എത്തിക്കുന്നത് എങ്ങനെയാണ് ചിന്തിച്ചിട്ടാണ് അപ്പോൾ അറിവാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ അറിവിലേക്ക് എത്തുന്ന ചിന്തയാണ് വേണ്ടത് എന്നുള്ളതിന്റെ ആശയം തന്നെയാണ് ആ പറയുന്നതും എന്നർത്ഥം പിന്നെ ഫസൽ ഇനി വേറൊരു വിഷയം പറയാൻ നമ്മൾ നഖൂലു പറയുന്നുണ്ടെങ്കിലും പറഞ്ഞോട് കൂടെ തന്നെ ഫസൽ ഇതൊരു മറ്റൊരു വിഷയത്തിലേക്ക് അത് ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നാലും അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റൊരു വിഷയം അമാ അന്നനാ നഖൂലു ഇന്നൽ മാരിഫത വാജിബത്തുൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നിർബന്ധമാണ് എന്ന് നാം പറയുന്നതോട് കൂടെ തന്നെ വഅന്ന നദറൽ മൂസില ഇലൈഹ വാജിബുൻ ആ അറിവിലേക്ക് ചേർക്കുന്നതായ ചിന്തയും വാജിബാണ് നമ്മൾ പറഞ്ഞല്ലോ അറിവ് എന്നുള്ളത് നിർബന്ധമാണ് ആ അറിവിലേക്ക് ചേർക്കുന്ന ചിന്തയും നിർബന്ധമാണ് നാം പറഞ്ഞു എന്നാൽ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു വെച്ചത് ഇതാ ചില നമ്മുടെ അസ്ഹാബുകൾക്ക് എന്തുകൊണ്ട് ഫൈന ബാദ അസ്ഹാബിന യഖൂലൂൻ ഫൈന ബാദ അസ്ഹാബിന യഖൂലു നമ്മളെ ചില അസ്ഹാബുകൾ പറയുന്നുണ്ട് ഫൈന ബാദ അസ്ഹാബിന യഖൂലാനി എന്നല്ല യഖൂലു എന്നുള്ളത് അവിടെ കേട്ടോ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നിർബന്ധമാണ് എന്നും ആ അറിവിലേക്ക് ചേർക്കുന്നതായ ചിന്തയും നിർബന്ധമാണ് എന്ന് നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫൈന ബഅദ അസ്ഹാബിന നമ്മൾ അസ്ഹാബിന് ചിലർ യഖൂലു അവർ പറയുന്നുണ്ട് ഇന്ന മൻ തഖദ ഫീ റബ്ബിഹി തആല ഹഖ അള്ളാഹുവിനെ കുറിച്ച് കൊണ്ട് ഒരാൾ സത്യം മാത്രം വിശ്വസിച്ചു വിശ്വസിച്ചത് എന്താണ് അള്ളാഹു താല അറിവുള്ളവനാണ് കഴിവുള്ളവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാകുന്നു അവൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു അവനെ പിന്നെ ഉദ്ദേശിക്കുന്നവനാകുന്നു തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാ നിൽക്കുന്ന ഒരാൾ വിശ്വസിച്ചു അള്ളാഹിനെ കുറിച്ച് എങ്ങനെ വിശ്വസിച്ചു ഒത്തതാ ഇന്നമൻ ഇഅ്തഖദ ഫീ റബ്ബിഹി തആല ഒരുത്തൻ തന്റെ റബ്ബിനെ കുറിച്ചുകൊണ്ട് വിശ്വസിച്ചു അൽ ഹക്ക സത്യമായിരിക്കുന്ന കാര്യം തന്നെ വിശ്വസിച്ചത് തഅല്ലഖ ബിഹി ഇത്തിഖാദുഹു അവൻ വിശ്വാസം ബന്ധിച്ചു അതിൽ വജീ ശരിയാ നിലക്ക് തന്നെ ചിന്തിച്ചത് വിശ്വസിച്ചു ഫി സിഫാത്തി അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ചുകൊണ്ട് അവന് പിന്നെ എങ്ങനെ വിശ്വസിച്ചത് ആര് പറഞ്ഞത് പിന്നെ ചിന്തിച്ചിട്ടല്ല വിശ്വസിച്ചത് അവന് ആരോ പറഞ്ഞത് കേട്ടു തക്രീറ നൽകി അവൻ അള്ളാഹുവിനെ കുറിച്ച് ശരിയാ നിലക്ക് തന്നെ വിശ്വസിച്ചത് വെക്കുക ശരിയാ നിലക്ക് തന്നെ ഒരാൾ അള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ച് വെച്ചാൽ ഫൈൻഹു മുഅ്മിനുൻ മുവഹിദുൻ എന്നാൽ അവനും മുഅ്മിൻ തന്നെയാണ് അവനും ഏകദൈവ വിശ്വാസിയാണ് എന്ന് തന്നെ വെക്കണമെന്ന് നമ്മുടെ ചില അസ്ഹാബ് പറഞ്ഞു മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞാ അറിയോ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് തഖ്രീദൻ നിലക്ക് ഒരാൾ പിന്നെ വിശ്വസിച്ചാൽ വിശ്വാസം ശരിയാവില്ല എന്നുള്ള അബൂബക്കർ അറബി ഇതിപ്പം മുസന്നിഫിന്റെ അഭിപ്രായമില്ലാട്ട് പറഞ്ഞത് മുസന്നിഫിന്റെ അഭിപ്രായമാണെങ്കിൽ മുസന്നിഫ് ഇതുവരെ പറഞ്ഞത് അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്നതായ മാലിക്കി പണ്ഡിതന്റെ കൗലെടുത്ത് ഉദ്ധരിക്കുകയാണ് അത് മുസന്നിഫ് അതിനോട് അനുകൂലമാണ് അതിന്റെ ആ മാലിക്ക് പിന്നെ അബൂബക്കർ അറബിയുടെ വാക്ക് അവസാനിച്ചിട്ടില്ല അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതല്ലാട്ടെ അപ്പോൾ ഇവിടെ ഇനി ഒരാള് നമ്മൾ ഇതുവരെ പിന്നെ മുസന്നിഫ് പറഞ്ഞത് അബൂബക്കർ അറബി റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താണ് തഖ്ലീദ് കൊണ്ട് ഒരാൾക്ക് അറിവുണ്ടാവില്ല ഒരാൾ വിശ്വാസം ശരിയാവില്ല എന്നുള്ള എന്നാൽ നമ്മുടെ ചില അസ്ഹാബുകൾ നമ്മുടെ ചില ആലിമുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് തഖ്ലീദ് കൊണ്ട് ഉള്ളത് യഥാർത്ഥത്തിലുള്ളത് പോലെ വിശ്വസിച്ചാൽ തഖ്ലീദ് കൊണ്ടുള്ള ഈമാനും ശരിയാണ് അവർ മുവഹിദ് തന്നെയാകുന്നു എന്നിട്ട് അതിന് മുസന്നിഫ് തീർക്കുക പക്ഷേ വലാക്കിൻ ആ പറഞ്ഞത് ലാ യസിഹു ആ പറഞ്ഞത് പിന്നെ അങ്ങനെ അംഗീകരിക്കാൻ കൊള്ളൂല ഈ മുസന്നിഫ് അതിനെ എതിർക്കാണ് നമ്മുടെ ചില ഉലമാക്കള് പിന്നെ ശരിയാ നിലക്ക് ഒരാളെ അനുകരിച്ചുകൊണ്ട് വിശ്വസിച്ചത് ശരിയാ നിലക്കാണെങ്കിൽ അയാൾ വിശ്വാസിയാണെന്നും തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞതും അത് എല്ലാവർക്കും നടക്കൂല ലാക്കിൻ ഹാദാ ലാ യസിഹു ഫിൽ അഗ്ലബി ഇല്ലാ ലിനാദിരിൻ ചിന്തിക്കുന്നവർക്ക് അതും ശരിയാ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ആണ് ചിന്തിക്കണമെന്നാണ് ആര് പറയുന്നത് ഇബ്നുൽ അറബിയും അതുപോലെ തന്നെ ഇമാം സനൂസി തങ്ങളും പറയുന്നത് ചിന്തിച്ചവർക്ക് മാത്രമേ അങ്ങനെ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് ശരിയാ നിലക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഇനി വലോ ഹസല അലി ഗൈരി നാദിരിൻ ചിന്തിക്കാതെ തന്നെ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വെക്കുക എന്നാൽ ലം നുഅ്മിൻ നാം എന്ത് ചെയ്യില്ല ലം നുഅ്മിൻ നമുക്കൊരു വിശ്വസ്തത വരികയില്ല ലം നുഅ്മിൻ നമുക്കൊരു വിശ്വസ്തത വരികയില്ല എങ്ങനെ അവന്റെ വിശ്വാസം ഇളകി പോകുന്നത് നാം എന്താവുന്നില്ല നമുക്ക് ഇളകി പോവുകയില്ല എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിച്ച് പറയാൻ സാധ്യമല്ല. അപ്പോൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന വിശ്വാസമാണ് ഇളകാത്ത വിശ്വാസം. ചിന്തിക്കാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അന്ധമായി തഖ്ലീദ് ചെയ്തുകൊണ്ട് വിശ്വസിച്ചത് ആ വിശ്വാസം ഇളകി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം.
അതാ വയില്ല ഉണ്ടോ. പിന്നെ വലോ ഹസൽ അലി ഗൈരി നാദിരിൻ, ചിന്തിക്കാത്ത ഒരുത്തനിക്കും അങ്ങനെ വിശ്വാസം വന്നാലോ ലം നുഅ്മിൻ അൻ യതഖൽഖല ഇത്ഖാദുഹു, അവന്റെ വിശ്വാസം ഇളകി പോകുന്നതിന് നാം ഉണ്ടാകുന്നില്ല, നമുക്ക് വിശ്വാസം ഇളകി പോകില്ല എന്നുള്ള വിശ്വാസം നമുക്ക് വരാൻ കഴിയില്ല. ഫലാ ബുദ്ദ അൻ യഅലമ ഇൻദന, അതുകൊണ്ട് അത്യാവശ്യമാണ് അൻ യഅലമ ഇൻദന മിൻ അൻ യഅലമ, അവൻ അറിയണം കുല്ല മസ്അലത്തിൻ മസായിൽ ഇത്ഖാദി, അഖീദപരമായിരിക്കുന്ന ഓരോരോ വിഷയങ്ങളും അവന് അറിഞ്ഞിരിക്കണം. ബി ദലീലിൻ വാഹിദിൻ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദലീൽ കൊണ്ടെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദലീലെങ്കിലും എല്ലാ ഓരോ വിശ്വാസത്തിനും ഒരു തെളിവെങ്കിലും ഒരു പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളിപ്പം 20 സിഫത്തുകൾ നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹിനെ കുറിച്ച്. ആ 20 സിഫത്തുകൾക്കും ഓരോ സിഫത്തുകൾക്കും ഓരോ തെളിവ് തന്നെയെങ്കിലും ചുരുങ്ങിയത് നാം വിശ്വസിച്ചിരിക്കണം. കാരണം ഈ ചിന്തയില്ലാതെ കണ്ട്, ആ തെളിവില്ലാതെ കണ്ട് അന്ധമായ നിലയ്ക്ക് തഖ്ലീദ് ചെയ്തുകൊണ്ട് നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്, വിശ്വാസം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിയത് ഓരോ മസലക്കും ഓരോ വിഷയങ്ങൾക്കും ഒരു തെളിവിനെയും നാം പഠിച്ചിരിക്കണം. വലാ യൻഫഉഹു ഇത്ഖാദു, അവന്റെ വിശ്വാസം വലാ യൻഫഉ ഇത്ഖാദു, ഒരാൾക്കൊരാളുടെ വിശ്വാസം ഉപകരിക്കൂല ഇല്ലാ യസ്തുറാൻ ദലീലിൻ അലിമഹു ബിദാലിക, തെളിവ് മുഖേന അറിഞ്ഞ അവരെ മനസ്സിലാക്കിയതായിരിക്കും തെളിവ് മുഖേന ഉണ്ടായതായ വിശ്വാസമല്ലാതെ ഒരാൾക്ക് ഉപകരിക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് യഥാർത്ഥത്തിൽ തെളിവ് മുഖേന മനസ്സിലാക്കുന്ന വിശ്വാസം മാത്രമേ ഉപകരിക്കുകയുള്ളൂ. തെളിവില്ലാതെ മനസ്സിലാക്കിയതായ ആരെങ്കിലും അന്ധമായിട്ട് തഖ്ലീദ് ചെയ്തുകൊണ്ട് ഉള്ള വിശ്വാസം മുഖേന ഒരാളുടെ വിശ്വാസം അയാൾക്ക് ഉപകരിക്കൂല. ഇനി മുസന്നിഫ് പറയുന്നത് ഫലവിഖ്തറമ, ഇതും കൂടി നമുക്ക് അർത്ഥം വെച്ചിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഫലവിഖ്തറമ, ഒരാൾക്ക് മരണം പിടിപെട്ടാൽ, കേട്ടോളെ ശരിക്കും മനസ്സിലാക്കിയോളെ, ഫലവിഖ്തറമ, ഒരാൾക്ക് മരണം പിടിപെട്ടാൽ വഖദ് തഅല്ലഖ ഇത്ഖാദു ബിൽ ബാരി തആല, അവന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, കമാ യംബഗി, വേണ്ടതുപോലെയൊക്കെ ഒരാൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കെ ഒരാൾക്ക് മരണം പിടിപെട്ടാൽ, പക്ഷേ വാജസാനിനെതിരി അവനിക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല. വാജസാനിനെതിരി എന്ത്? അള്ളാഹുവിനെ കുറിച്ച് അവൻ വിശ്വസിച്ചിട്ടുണ്ട്, അവന് വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ചിന്തിക്കാൻ അവന് സാധ്യമായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്ന് വെച്ചോളി. എന്നാൽ ഖാല ജമാഅത്തുമിനും അവരിൽപ്പെട്ടതായിരിക്കും ചില ഒരു കൂട്ടം ഉലമാക്കൾ പറഞ്ഞു ഇന്നഹു യകൂനു മുഅ്മിനൻ, അവനും എന്താകുന്നതാണ്? വിശ്വാസിയാകുന്നതാണ്. അപ്പോൾ ഒരാൾ അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കും. കേട്ടോ നിങ്ങൾ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് അയാൾ വിശ്വാസം കുറച്ച് വരുന്നതേ ഉള്ളൂ. അയാൾ ഇങ്ങനെ ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കുറച്ച് വരുന്ന ആൾ കേട്ടറിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. അങ്ങനെ അയാൾ ഇസ്ലാമിലേക്ക് വന്ന് പക്ഷേ ചിന്തിക്കാൻ അയാൾക്ക് സാധ്യമല്ലാതിരിക്കെ അയാൾ പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്താൽ, എന്നാൽ പറഞ്ഞു അയാൾ വിശ്വാസി തന്നെയാകുന്നു, അയാൾ വിശ്വാസി തന്നെയാണ്. വൈൻ തമക്കാന മിനെതിരി വലം യോറി, ഇനി അയാൾ ഇസ്ലാമിലേക്ക് വന്ന് അയാൾ ചിന്തിക്കാൻ സൗകര്യമുണ്ടായിട്ടും ചിന്തിച്ചിട്ടില്ല എങ്കിലോ, അവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. വൈൻ തമക്കന മിനെതിരി വലം യോറി, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ചിന്തിക്കാൻ സമയം കിട്ടി, പക്ഷെ അയാൾ ചിന്തിച്ചില്ല. ഖാലിൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് ഇസ്ഫറായിനി എന്ന് പറയുന്ന അശ്ശരി ഉലമാന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു യകൂനു മുഅ്മിനൻ ആസിയൻ ബി തർക്കിനെതിരി, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ചിന്തിക്കാൻ സമയം കിട്ടി, ചിന്തിക്കാതെ തന്നെ അയാൾ തുടരുകയാണെങ്കിൽ അയാൾ ദോഷിയായ സത്യവിശ്വാസി തന്നെ, പക്ഷെ ദോഷിയായി തീരും. മുഅ്മിനാകും, ആസിയൻ കുറ്റക്കാരനാകും, ബി തർക്കിനെതിരി, ചിന്ത ഒഴിവാക്കൽ കൊണ്ട് കുറ്റക്കാരനായി തീരും. അപ്പോൾ ശരിക്കും ചിന്തിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ചിന്തിക്കുക, നമ്മുടെ വിശ്വാസമൊക്കെ ഏത് രൂപത്തിലാണ്, പിന്നെ നമ്മൾ തെളിവുകൾ മുഖേന തന്നെയാണോ നമ്മളൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഈ വാചകങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിക്കണം. എന്തുകൊണ്ട്? ചിന്തിക്കാതിരുന്നാൽ നമ്മുടെ വിശ്വാസം ശരിയാവുമെങ്കിലും ചിന്ത ഒഴിവാക്കിയത് കൊണ്ട് കുറ്റക്കാരനായി തീരും. വബനാഹു അലാ അസ്ലി ഷെയ്ഖ് അബുൽ ഹസൻ, അബൂ ഇസ്ഹാഖ് ഇസ്ഫറാനി തങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് അബുൽ ഹസൻ അൽ അശ്അരി ഇമാമിന്റെ ആ അടിസ്ഥാന ആ അഖീദയുടെ മേൽ എടുത്തിട്ടാണ് ചിന്തിക്കാതിരുന്നാൽ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫമ്മാ കൗനുഹു മുഅ്മിനൻ, ഈ മുസ്ലിം പറയാ ഫമ്മാ കൗനുഹു മുഅ്മിനൻ മഅൽ ഖുദ്റത്തി അലന്നദിരി, ചിന്തിക്കാൻ കഴിവുള്ളതോട് കൂടെ തന്നെ അവൻ സത്യവിശ്വാസിയാവുക എന്നുള്ളത്. എന്നിട്ട് ഫതറക്കഹു, എന്നിട്ട് അവനെ ഒഴിവാക്കുകയും ചെയ്താൽ, ചിന്തിക്കാൻ കഴിവുണ്ടായിട്ട് ഒരാൾ ചിന്തിക്കാതിരുന്നാൽ അവൻ മുഅ്മിനാകുമെന്ന് പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്, അത് പറയാൻ കഴിയില്ല. കേട്ടല്ലേ? എന്താ പറഞ്ഞത്? ഒരാൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടായിട്ട് അയാൾ ചിന്തിക്കാതിരുന്നാൽ പോലും അവൻ മുഅ്മിനാകും, അവന് കുറ്റക്കാരനാവുകയുള്ളൂ, മൂമിനാകും എന്ന് പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ട്. ലാ ആലമു സിഹത്തു അൽ ആൻ, ഇപ്പോൾ അത് ശരിയാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ മുസന്നിഫ് പറഞ്ഞത് ഭാവിയിൽ എനിക്ക് അഭിപ്രായം മാറുമെന്ന് പറയാൻ പറ്റില്ല. മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത് ഭാവിയിൽ എന്റെ ഇജ്തിഹാദ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടുതൽ ലഭിക്കുമ്പോൾ അതിന്റെ അഭിപ്രായം മാറിക്കൂടായില്ല, പക്ഷെ ഇപ്പോൾ എനിക്കത് ശരിയാണെന്ന് പറയാൻ സാധ്യമല്ല. ഫീൻ എതിർനെന്തി അതിന് സംശയമുണ്ട്. ലാ ആലമു, മുസന്നിഫ് അല്ലട്ടോ പറയുന്നത്, അബൂബക്കർ റബിയാണ്, എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പറയുമ്പോൾ മുസന്നിഫ് എന്ന് പറയുന്നെങ്കിലും ഇവിടെ പറയുന്നത് അബൂബക്കർ റബിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ചോദിച്ചുകൊണ്ട് മുസന്നിഫിന് അങ്ങനത്തെ അഭിപ്രായം ഉണ്ട്. ലാ ആലമു സിഹത്തുഹു ലാന, ആ അഭിപ്രായം ശരിയാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നില്ല. വമ്മാ കൗനുഹു മുഅ്മിനൻ, അപ്പോൾ ഒരാൾ പിന്നെ മുസന്നിഫ് പറഞ്ഞാൽ പറ്റുന്നതാണ് വമ്മാ കൗനുഹു മുഅ്മിനൻ മഅൽ ഖുദ്റത്തി അലന്നദിരി, അല്ലല്ലോ വമ്മാ കൗനുഹു മുഅ്മിനൻ മഅൽ അജ്സി അവൽ ഇഖ്തിറാമി ഫളാഹിർ ഇൻഷാഅല്ലാഹ്. അപ്പോൾ ഒരാൾക്ക് പിന്നെ ആൾ ഇസ്ലാമിലേക്ക് വന്ന് അയാൾ തഖ്ലീദ് നൽകി ഇസ്ലാമിലേക്ക് വന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല, അതിനു മുന്നേ ആൾ മരിച്ചുപോയി.
അതാ അല്ലെങ്കിൽ അയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, അതിന് മാത്രം ബുദ്ധി എന്തില്ല, അയാൾക്ക് വികാസം ഉണ്ടായിട്ടില്ല. ഒരാളിപ്പോൾ ഒരു ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾ, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ ഒരു പ്രാസംഗികന്, അല്ലെങ്കിൽ ഒരു SSFന്റെ സജീവ പ്രവർത്തകൻ, അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവരൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോൾ ചില ആളുകളുണ്ടാവും അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. അവരെക്കുറിച്ച് ഇപ്പോൾ അയാൾ മുന്നേ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് അയാൾക്ക് ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മരിച്ചുപോയി, അയാളുടെ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അതാ മുസ്ലിം പറഞ്ഞു അമ്മാ കൗനുഹു മുഅ്മിനൻ മഅൽ അജ്സി അവൽ ഇഖ്തിറാമി. ഒരാൾക്ക് ചിന്തിക്കാൻ കഴിവില്ലാതെ കണ്ട് അയാൾ വിശ്വാസം മാത്രമേ ചിന്തിക്കാൻ കഴിവില്ലായിരുന്നു, ആ കഴിവില്ലായ്മയോട് കൂടെ അയാൾ വിശ്വാസിയാകുമെന്ന് പറഞ്ഞതും അവൽ ഇഖ്തിറാമി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ അയാൾ മരിച്ചുപോയി, അയാൾ മുസ്ലിമാണെന്ന് പറയുന്നത്, മോമിനാണെന്ന് പറയുന്നത് ഫലാഹിറൻ, അത് വളരെ വ്യക്തമാണ് ആശയം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമാണ്. അയാൾ മോമിനാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലോ. ഒരാളെ കുറിച്ച് മുഅ്മിനി എന്ന് പറയുന്നത് എപ്പോഴും ഇൻഷാ അല്ലാഹ് കൂട്ടി പറഞ്ഞു നമ്മുടെ അഖീദയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം, സംശയത്തിലല്ല, ഭാവിയിലും കൂടി അങ്ങനെ. ഇപ്പൊ ഞാൻ മുഅ്മിനാണോ അല്ലെ സംശയത്തിലല്ല ഇൻഷാ അല്ലാഹ് പറയുന്നത്, ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ മുഅ്മിനായിരിക്കും എന്ന അർത്ഥത്തിനാണ് അവിടെ പറയുന്നത്. ഇപ്പൊ മുഅ്മിൻ തന്നെയാണ്, ഇപ്പൊ സംശയമൊന്നുമില്ല. അപ്പോൾ മുസന്നിഫ് അമ്മാ കൗനുഹു മുഅ്മിനൻ മഅൽ അജ്സി, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലാണ് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ അയാൾ മുഅ്മിനാകുമെന്ന് പറഞ്ഞതും, അവൽ ഇഖ്തിറാമി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന് പക്ഷേ ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ അയാൾ മരിച്ചുപോയി, അയാൾ മുഅ്മിനാണെന്ന് പറയുന്നതും ഫലാഹിറൻ, അത് ആ ആശയം വളരെ വ്യക്തമാകുന്നു ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇനി അടുത്തൊരു ചോദ്യം മറുപടിയാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. ഇതിപ്പോൾ 1-2 ദിവസം കൊണ്ട് കഴിയില്ല. ഇപ്പോൾ ചർച്ച തന്നെ ഇപ്പോൾ നമ്മൾ ആശയങ്ങളെന്തോ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്കെന്തോ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ലാ അബൂബക്കർ ഇബ്നു അറബി റഹിമഹുല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അൽ കിതാബിൽ എന്താണ് ഷറഹുൽ അഖായിദിൽ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ അഭിപ്രായമല്ല, ഇത് നമ്മുടെ മുത്തമത അഭിപ്രായമല്ല മുസന്നിഫ് റഹിമുള്ള പറഞ്ഞത്. മുസന്നിഫ് റഹിമുള്ള പറഞ്ഞത്, മുസന്നിഫിന് ഇങ്ങനത്തെ ഒരു ആശയം ആദ്യം ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സനൂസി എന്നിവർക്ക് മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവൂല, അവൻ കാഫിറാണെന്നുള്ള അഭിപ്രായമാണ് ഈ കിതാബ് എഴുതുമ്പോഴും മുസന്നിഫിനുള്ളത്. ഈ അഭിപ്രായം ആരും പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ഇബ്നുൽ അറബിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ അറബി എന്നിവർ തന്റെ അൽ കിതാബുൽ മുതവസ്സിത്തിൽ പറഞ്ഞ ആശയത്തിനോട് യോജിച്ചുകൊണ്ടാണ് മുസന്നിഫും തന്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശേഷം പറയുന്നുണ്ട്. പക്ഷേ മൂത്തമത അഭിപ്രായം എന്താണ്? ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിവുണ്ടായിട്ട് അയാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ വിശ്വാസി തന്നെയാണ്, പക്ഷെ കുറ്റക്കാരനാവും. ഇതാണ് മൂത്തമത അഭിപ്രായം. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഒരാൾക്ക് വിശ്വസിക്കാൻ ചിന്തിക്കാൻ കഴിവുണ്ടായിട്ടും ചിന്തിക്കാതെയാണ് അയാൾ വിശ്വസിച്ചതെങ്കിൽ അയാൾ കുറ്റക്കാരനാകും എന്നേ ഉള്ളൂ, വിശ്വാസിയാവാതിരിക്കില്ല. ഇതാണ് ബലപ്പെട്ട മുഅ്തമദായിരിക്കുന്ന നമ്മുടെ മദ്ഹബിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അഖീദയിലായിരിക്കുന്ന അഭിപ്രായം. അതിലാർക്കും സംശയമില്ല കാര്യത്തിൽ. പക്ഷേ മുസന്നിഫ് റഹിമഹുല്ലാഹ് അബൂ അബ്ദുല്ലാഹി സനൂസി എന്നിവർക്ക് ആരോട് ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് ഈ കിതാബിലുള്ളത്. മറ്റു കിതാബിൽ അദ്ദേഹം അവസാനം ഏതിലേക്ക് മടങ്ങിയിട്ടുണ്ട്? മുഖല്ലിദിന്റെ ഈമാനും ശരി തന്നെയാകുന്നു, അയാൾ മുഅ്മിൻ തന്നെയാണ്, കാഫിറല്ല എന്നുള്ള നിലപാടിലേക്ക് അബൂ അബ്ദുല്ലാഹി സനൂസി തങ്ങൾ പിന്നീട് മടങ്ങിയിട്ടുണ്ട്. അതാണ് അത് നമ്മൾ പിന്നീട് മറ്റുള്ള കിതാബിൽ നാം മനസ്സിലാക്കുക. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ചിന്തിക്കാതെ കണ്ട് ആരോ പറയുന്നത് കേട്ടിട്ട് ഒരാൾ ഇസ്ലാമിൽ ഒരു തെളിവില്ലാതെ ആരോ പറയുന്നത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ വിശ്വാസം ശരിയല്ല, അവൻ കാഫിർ തന്നെയാണ് എന്നാണ് അബൂ അബ്ദുല്ലാഹി സനൂസിയുടെ ഈ കിതാബിലുള്ള അഭിപ്രായം. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അഖീദ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ നമ്മൾ പറയുന്നതും ചിന്തിക്കാൻ നിർബന്ധമാണെന്നുള്ളതാണ്. ചിന്തിക്കാൻ നിർബന്ധമാണ്. എങ്ങനെ? ഒരാൾ മുസ്ലിം ആയാൽ നിസ്കരിക്കാൻ നിർബന്ധമല്ലേ? ഒരാൾ മുസ്ലിം ആയാൽ നിസ്കരിക്കാൻ നിർബന്ധമാണ്, സക്കാത്ത് കൊടുക്കുന്നതാണ്. നിസ്കരിച്ചില്ല എന്ന് കരുതിയിട്ട് ആൾ ഇസ്ലാമിന് പുറത്തു പോകില്ല. പക്ഷേ എന്തവിടെ വരും? അയാൾ കുറ്റക്കാരനായി തീരും. ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. ചിന്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവുന്നുള്ളൂ, മുസ്ലിം ആവാതിരിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മനസ്സിലായില്ലേ? ഇടക്കിടക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ എക്സ്പ്രസ് ഈസിയോടെ പറയുന്നത്, ഈ ക്ലാസ്സിൽ നിങ്ങൾ തുടർച്ചയായി വരുന്ന അല്ലെങ്കിൽ ആരും തുടർച്ചയായി വരികയാണെങ്കിൽ അവർക്ക് വിഷയം ഒരു കടുപ്പമുള്ളതല്ല. 1-2 തവണ ക്ലാസ്സിൽ വന്നിട്ട് ഒരു വിധി എഴുതുന്നതിനേക്കാളും നല്ലത് തുടർച്ചയായി ക്ലാസ് കേട്ടിട്ട് ഒരു വിധി എഴുതുക. മനസ്സിലായില്ലേ? അങ്ങനെ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് കടുപ്പമാവാൻ വയ്യില്ല. കാരണം അത്രയും വളരെ പല ഉദാഹരണങ്ങൾ ലളിതമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ളതല്ല, അവർക്ക് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സാധാരണക്കാർ അറിഞ്ഞില്ലേ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. ഇവിടെ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളെന്നോ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളെന്നോ പറഞ്ഞിട്ടില്ല. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും അസാധാരണക്കാരും ഒക്കെ പെടും, ആലിമ്യങ്ങളൊക്കെ പെടും. അവർക്ക് നിർബന്ധമായ കാര്യമാണ്. അവർ ചിന്തിക്കാതെ കണ്ട് ഇസ്ലാമിലേക്ക് വന്ന കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. അത് ഇവർ അറിയിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അറിയിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ക്ലാസ് വേണ്ടേ? സാധാരണക്കാരാന്ന് കരുതിയിട്ട് നിർബന്ധമായ കാര്യം അറിയിച്ചു കൊടുക്കാതിരുന്നാൽ അവന് ഉത്തരവാദികൾ ആരാ? അറിവുള്ളവർ എല്ലാവർക്കും അവർ കുറ്റക്കാരനാകും. അത് ഒരാൾ ഇരിക്കണ്ടേ? ബുദ്ധിയുള്ളവരൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അത് ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവരൊക്കെ അങ്ങനത്തെ വന്ന ബുദ്ധികൾ ആരും എല്ലാവർക്കും അൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുത്ത ബുദ്ധിയുണ്ട്. അവർ ചിന്തിക്കണം. ആ ബുദ്ധി കൊടുത്തുകൊണ്ട് അവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്നാണ് എല്ലാ ഉലമാവും പറയുന്നത്. പിന്നെ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാരാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അഖീദ പഠിക്കേണ്ടെന്ന അർത്ഥത്തിലില്ല. എല്ലാവർക്കും തിരിയുന്ന രൂപത്തിലും
നമ്മൾ കാര്യങ്ങളൊക്കെ കഴിയുന്നതും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട്